പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഈ ഹിപ്പ് ഹോപ്പൊക്കെ വന്നിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ. ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അത്. കുതന്ത്രം എന്നുള്ള പാട്ട് എന്ത് പാട്ടാണ്, നീ പോയി മറ്റേ സുറുമെഴുതിയ മിഴികൾ കേട്ടു എന്നൊക്കെ പറയുന്നതിൽ നമ്മളെന്ത് പറയാനാണ്. അങ്ങനെ മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യമാണുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയം. കർണാട്ടിക് മ്യൂസിക് ശരിക്കും പോപ്പുലറൈസ് ചെയ്യണം. മണ്ഡപത്തിൽ മാത്രം ഇരുന്ന് ചമ്രം പണിഞ്ഞിരിക്കുന്ന പാടേണ്ട ഒരു കാര്യം മാത്രമായിട്ട് അവശേഷിക്കേണ്ടതില്ല. ഇപ്പോൾ വാനം നീലയാണ് ബായി എന്നുള്ള പാട്ട് അങ്ങനെ ഒരു പാട്ടാണ്, നല്ല ഫിലോസഫിക്കൽ സോങ് ആണ്. ബ്രീഫിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പോൾ പല ഫിലിം മേക്കേഴ്സും ഇന്ന ജംഗ്ഷനിൽ ഒരു സോങ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ സോങ് അത്രമാത്രം പറയുന്നതിലും ഹോൾ പ്ലോട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്യാരക്ടേഴ്സിന്റെ മൂഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഏതാണ് പ്രിഫർ ചെയ്യാറ് കൂടുതൽ? അല്ല, ഹോൾ പ്ലോട്ട് ഒരു വൺ ലൈൻ പോലെ പറയുന്നത് നല്ലതായിരിക്കും. കാരണം ക്യാരക്ടറിൻ്റെ സഞ്ചാരങ്ങൾ, അതിൻ്റെ അയാൾ എന്താണ് വഹിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏകദേശം. അതിനുശേഷം സോങ്ങിൻ്റെ പ്രിലൂഡും അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്ത് അതെവിടെ വരുന്നു എന്നുള്ളത് കൂടി പറയുമ്പോൾ കൃത്യമായിട്ട് കഥ മുഴുവനും കൃത്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുന്നത് നമുക്ക് അത്രയും. കാരണം സിനിമ സ്ക്രിപ്റ്റ് അല്ലല്ലോ സിനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ക്രിപ്റ്റിനപ്പുറത്താണ് സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഭാഷയുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഭാഷയ്ക്ക് അതീതമാണത്, കാഴ്ചയ്ക്കും അതീതമാണ് സിനിമ. അപ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനിയും വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ ഹോൾ സ്ക്രിപ്റ്റ് നമുക്ക് സ്ക്രീൻ പ്ലേ പോലെ വായിച്ച് കേൾക്കുന്നതൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സിനിമ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. അത് സ്ക്രിപ്റ്റ് പലപ്പോഴും നമുക്ക് തന്നിട്ട് എളുപ്പം പലപ്പോഴും ഞാൻ വായിക്കാറില്ല. കാരണം അത് സ്ക്രീൻ പ്ലേ വായന അത് സമയത്തിൻ്റെ പ്രശ്നം, പിന്നെ അത് അത്രയ്ക്ക് എൻഗേജിങ് ആവാറില്ല എന്നെ സംബന്ധിച്ച്. സിനിമ വിഷ്വൽ കാണാൻ പറ്റുമോ? ചില സിനിമ അങ്ങനെ സ്ക്രീൻ പ്ലേ നമ്മൾ പഴയ ആൾക്കാരൊക്കെ വായിച്ച് അങ്ങനെ സിനിമ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എല്ലാത്തിനും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അതിലും നല്ലത്, ജോലി ചെയ്യാൻ നല്ലത് ഞാൻ ഈ പറഞ്ഞ മെത്തഡോളജി എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ റെഫറൻസസ് തരുമ്പോൾ അപ്പോൾ അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കർവ് ചെയ്യാറുണ്ട് എന്ന് തോന്നാറുണ്ടോ? പല ഫിലിം മേക്കേഴ്സും റെഫറൻസ് തരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ റെഫറൻസ് തരുന്നതിൽ തെറ്റില്ല. കാരണം എല്ലാവർക്കും ഈ ഒരു മ്യൂസിക്കിനെ കുറിച്ച് അറിവോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന ജനറിൽ ചെയ്യണമെന്ന് പറയാനുള്ള അറിവൊന്നും ചിലപ്പോൾ ഉണ്ടാവണം. പക്ഷേ അവരുടെ മനസ്സിലൊരു പാട്ടുണ്ടാവും, അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അവരെപ്പോഴും പുതിയതിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇതേ ടെമ്പോ, ഇതേ ബീറ്റ്, ഇതേ സ്കെയിലിൽ ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും. ഇതുപോലെ ആയില്ലല്ലോ എന്ന് ചോദിക്കാൻ അവർ സന്നദ്ധരാകരുത്. അവർ പുതിയത് തന്നെ കേൾക്കാൻ തയ്യാറായിരിക്കണം. മറ്റേത് ഓക്കെ, ആ മൂഡ് ഓക്കെ, ആ ഒരു ഫീല് ഓക്കെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്നത് പുതിയതാണല്ലോ. ആ പുതിയത് കേൾക്കാൻ അവരുടെ സാഹചര്യമായിട്ട് അതിനെ പ്ലേസ് ചെയ്യാൻ ഒരു ഓപ്പൺ ഹാർട്ടഡായിട്ട് തയ്യാറായിരിക്കണം. അല്ലാത്ത ആൾക്കാരും ഉണ്ട്, അത് നമുക്ക് വല്ലാതെ പ്രഷർ തരും. ഈ പ്രൊഡ്യൂസേഴ്സും ചില നടന്മാർ പോലും ഏതെങ്കിലും ഒരു ഹിന്ദിയിലോ തെലുങ്കിലോ പാട്ട് ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ പാട്ട് വേണം അങ്ങനെ അത് പറയാറുണ്ട്. നടന്മാർ പറയാറില്ല, എന്നോട് അധികം പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞില്ല. ഞാൻ പ്രൊഡ്യൂസറിൻ്റെ മ്യൂസിക് കമ്പോസർ അല്ല ഒരിക്കലും, സംവിധായകൻ്റെ മാത്രം ആണ് ഭാഗ്യവശാൽ. അപ്പോൾ അതുകൊണ്ട് ഡയറക്ടർ ഇത്തരം സജഷൻസൊക്കെ പറയും. തെലുങ്കോ തമിഴോ പാട്ട്, ഹിന്ദി പാട്ടൊക്കെ പറയാറുണ്ട് പലപ്പോഴും. പക്ഷെ അതൊന്നും ശല്യമാകുന്നത് ഇത്തരം അവസ്ഥയിലാണ്. ചിലർക്ക് പുതിയത് ആവശ്യമില്ല, പുതിയ സിനിമയാണ് അവർ ചെയ്യുന്നത്, ബട്ട് പുതിയത് ആവശ്യമില്ല. ചിലപ്പോൾ 90s ഒരു പാട്ടൊക്കെ ആയിരിക്കും റെഫറൻസ് വരുന്നത്, നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടു പോകുന്നല്ലോ. പക്ഷേ അങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് വല്ലാതെ പെട്ടുപോകും. അങ്ങനെയുള്ള ഈ പ്രഷർ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു ബാറായിട്ട് വരും, അത് ഉറപ്പായിട്ടും വരും. എന്നാലും നമ്മൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യും. എന്നിട്ടും ശരിയായില്ലെങ്കിലാണ് നമുക്ക് പിരിയാമെന്ന് പറയുന്നത്.
അങ്ങനെ ഓ ഉപേക്ഷിച്ച് എത്രയാണ് അത് ഒരുപാട് നമുക്കതിങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അത്തരം അവസ്ഥ. അത് നമുക്ക് സൗഹൃദപൂർവ്വം അത് വേറെ ആരെങ്കിലും അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് വിട്ടോളാം. അത് സന്തോഷം. ലിറിക്സിന് സംഗീതം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അങ്ങനെ ഇല്ല, രണ്ടും ഒരുപോലെയാണോ? ഒരുപോലെയല്ല. എനിക്ക് എളുപ്പം ലിറിക്സിന് സംഗീതം കൊടുക്കാനാണ്. പക്ഷെ അതെപ്പോഴും സിനിമയ്ക്ക് ഹെൽപ്ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല. സിനിമ കാരണം ലിറിക് റൈറ്ററിനൊരു താളം ഉണ്ടാവും. അത് ചിലപ്പോൾ അത് എല്ലാ വരികൾക്കും ഒരേ താളമായിരിക്കും. ചിലപ്പോൾ കവിത എഴുതുന്നത് അങ്ങനെയാണല്ലോ, ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു താളത്തിലായിരിക്കും അത് മുഴുവൻ വരിക. അപ്പോൾ അതിൽ നമ്മൾക്ക് ട്യൂണിന് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ട്യൂൺ ഫ്രേസുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതുമ്പോൾ അതിന് കുറച്ചും കൂടി മ്യൂസിക്കൽ സാധ്യതകൾ കൂടും. ഫ്രേസുകൾ ഉണ്ടാക്കുക, അതിൽ വലുതാകാം ചെറുതാകാം, ചെറുതിൻ്റെ 2 കോമ്പിനേഷൻസ് ആകാം, അതിന് വളരെ നീളമുള്ളൊരു വരി നമുക്ക് അങ്ങനെ അപ്പോൾ അത് താളബോധമുള്ളൊരു ലിറിക് റൈറ്ററിന്, പദസമ്പത്തുള്ളൊരു എഴുത്തുകാരന് സുഖമായിട്ടത് മീറ്റ് ചെയ്യാനും പറ്റും. അത് അത്തരം മ്യൂസിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ അത് രസമായിരിക്കും. വളരെ കുറച്ച് അവസരങ്ങളിൽ ചെയ്യാറുണ്ട്. നമുക്ക് തുറന്ന, ഇപ്പോൾ പറഞ്ഞ പോലെ കറക്റ്റാണ്. ചില അകാരത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ ചില സമയത്ത് നല്ല ലോക്കായി പോകും. അല്ലെങ്കിൽ ഒരു തുറവി വേണ്ട സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ അവതാരം എന്ന് പറയാൻ പറ്റില്ല, പറന്നു വാ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം, അത്തരം വാക്കുകൾ സജസ്റ്റ് വാക്കുകളല്ല, അത്തരം വാക്കുകൾ, അതുപോലെയുള്ള വാക്കുകൾ വേണമെന്ന് ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ട്യൂൺ നമുക്ക് പാടുമ്പോൾ ഉണ്ടാകുന്ന ആലാപനത്തിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ചില വാക്കുകൾ അങ്ങനെ ഈ ആലാപന സൗഖ്യം തരില്ല. ചില വാക്കുകൾ നല്ല വാക്കുകളായിരിക്കും, കവിതാപരമായിട്ട് നല്ലതായിരിക്കും, പക്ഷേ പാടാൻ ചിലപ്പോൾ അത്ര സുഖകരമായിരിക്കില്ല. അപ്പോൾ അത് ഇടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ അർത്ഥം നോക്കണമെന്ന് എനിക്ക്, ഇപ്പോൾ കേവലം വാക്കുകളുടെ സുഖം മാത്രം നോക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എപ്പോഴും പാട്ട് നല്ല അർത്ഥസമ്പുഷ്ടമായിരിക്കണമെന്ന് എനിക്ക് വാശിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കവികൾ കൂടിയായ ലിറിസിസ്റ്റുകളുമായിട്ടുള്ള അസോസിയേഷൻ പലപ്പോഴും റഫീഖ് അഹമ്മദ് ആണെങ്കിലും അൻവർ അലി ആണെങ്കിലും ഒക്കെ അവരുമായിട്ടുള്ള അസോസിയേഷൻസ് ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. കവികൾ അത് വേറൊരു ഭാവം അവർ തരും. അവർ ഇൻറ്റൻസ് ആയിരിക്കും, അവരുടെ സബ്ജക്റ്റിൽ അവർ വളരെ ഇൻറ്റൻസ് ആയിരിക്കും. എന്നാൽ ഒരു എൻജിനീയറുടെ ക്രാഫ്റ്റോട് കൂടി എഴുതുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സന്തോഷ് വർമ്മയാണെങ്കിലും ഹരിയൊക്കെ ആണെങ്കിലും അവർ ച്യുതി വരുത്താറില്ല. എന്നാൽ ഇവർ എഴുതുന്നത് നമ്മൾ ഈ കാർപ്പൻറ്റേഴ്സ് പണിയെടുക്കുന്ന പോലെ ഇരിക്കും. അതിൻ്റെ കൃത്യത, വാക്കുകളുടെ കൃത്യമായിരിക്കും. അപ്പോൾ അത്തരം അത് മ്യൂസിക്കും കൂടി അറിയുന്നതിൻ്റെ ഒരു ഗുണങ്ങളുണ്ടാവും അവർക്ക്. അപ്പോൾ അതും കൗതുകകരമാണ്. നമ്മളെ എന്തു കൊടുത്താലും അതിൽ പാട്ട് എഴുതി തരിക എന്ന് പറയുന്ന ഒരു അത്ഭുതം ചില ലിറിക് റൈറ്റേഴ്സ് നമുക്ക് തരാറുണ്ട്. മറ്റേത് റഫീഖേട്ടനൊക്കെ എഴുതുമ്പോൾ അതിനകത്ത് അപ്പുറത്ത് ആ ആശയത്തിൽ അപ്പുറത്ത് വേറെ ഒന്നില്ല, നമ്മളെ അത് ഉലച്ച് കളയും. ഗൾഫ് മലയാളികളുടെ ഒരു നാഷണൽ ആന്തം തന്നെ പറയാം. അത് പിന്നീട് അങ്ങനെ ആയി മാറി വളർന്നു ആ പാട്ട്. ശരിക്കും ആ തുടക്കത്തിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നു, എനിക്കൊരു അവസരം തരുന്നു, അപ്പോൾ അത് എങ്ങനെയും വിജയിക്കണം എന്നുള്ളത് എന്നേക്കാൾ എൻ്റെ പേഴ്സണൽ ആവശ്യത്തേക്ക് കൂടുതൽ എൻ്റെ ആവശ്യമാകുന്നത് അദ്ദേഹത്തിന് വേണ്ടി അത് ഹിറ്റാകുക എന്നുള്ളൊരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് പതുക്കെയൊക്കെയാണ് ആയത് ശരിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് തുടക്ക ദിവസങ്ങളിലൊന്നും അത്രയ്ക്ക് അങ്ങനെ നമുക്കതിൻ്റെ ഇത് കിട്ടിയിരുന്നില്ല, ഒരു വൈബ്രേഷൻ കിട്ടിയിരുന്നില്ല. അതിനുശേഷം പതുക്കെ എൻ്റെ പല സുഹൃത്തുക്കളും ഇപ്പോൾ ക്ലാസിക്കൽ, ഞാൻ പണ്ട് ലളിതഗാനങ്ങളൊക്കെ ഭയങ്കര കട്ടിയായിട്ടൊക്കെ ചെയ്തിരുന്ന ആ സമയത്തേക്ക് ആർക്കും പാടാൻ പറ്റാത്ത രീതിയിൽ പാട്ടുകളൊക്കെ ചെയ്തിരുന്ന ഒരു സമയമുണ്ട്. അന്ന് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കുട്ടികളെ പാടിയിരുന്ന. അപ്പോൾ ആ ആള് തിരികെ പോലുള്ള വളരെ ലൈറ്ററായിട്ടുള്ളൊരു കവിതയ്ക്ക് തുല്യമായിട്ടുള്ള വിജയ് ഇങ്ങനെയല്ലല്ലോ വിജയ്, കാരണം അവർ പ്രതീക്ഷിച്ചത് മറ്റേ രവീന്ദ്രൻ മാഷിൻ്റെ പോലത്തേക്ക് അങ്ങനത്തെ പാട്ടാണ് പ്രതീക്ഷിച്ചത്, അങ്ങനെ ഒരു സിനിമയല്ലല്ലോ, അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതല്ല വിജയ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ പിന്നീട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ദുബായിൽ നിന്നൊരാളെ, അജ്ഞാതൻ എന്നെ വിളിച്ചിട്ട് ഫേസ്ബുക്കിലൂടെ നമ്പർ ചോദിച്ച് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ ജോലി നിർത്തി പോരുകയാണെന്ന് ഈ പാട്ട് കേട്ടിട്ട്. അങ്ങനെ പറഞ്ഞു. അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിരിക്കും, പുള്ളി ഇപ്പോൾ നിർത്തി പോകുന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയ്ക്ക് അദ്ദേഹത്തെ അത് ഹോണ്ട്. അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമയിൽ കണ്ടു വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. അല്ല, ശുദ്ധ സംഗീതം എന്ന് പറയുന്ന സിനിമയിൽ അപ്രാപ്യമാണ്. ഞാൻ തന്നെ ഒരു രാഗാധിഷ്ഠിതമായിട്ട് പാട്ടുകൾ ചെയ്തിട്ടുള്ള വളരെ കുറച്ചേ ഉള്ളൂ, ഹാൻഡ്ഫുൾ ഓഫ് സോങ്സേ ഉള്ളൂ. അതല്ലാത്ത എല്ലാ പാട്ടും ഞാനിത് തെറ്റിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ന രാഗമെന്ന് പറയാൻ പറ്റാത്ത പാട്ടുകളാണ് മിക്കതും. അപ്പോൾ ആ ശുദ്ധ സംഗീതം സിനിമയിലേക്ക് അങ്ങനെ കൊണ്ടുവരുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല. ബട്ട് ഒരു ഗാനം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്, പാട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്കുണ്ട്. ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് കോമഡി ഗാനമായാൽ പോലും, പ്രണയഗാനം, വിരഹമാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തും ആഘോഷഗാനമാണ്, അതിനൊരു നമ്മളുടെ ഉള്ളിൽ ഒരു അതിൻ്റെ ഭാഷയെ സംബന്ധിച്ച്, അതിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ച് അതൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ടോപ്പ് 10 സോങ്സ് മലയാളം എടുത്തപ്പോൾ 10ഉം അത്ഭുതകരമായിട്ട് ഹിപ്പ് ഹോപ്പാണ്. 10ഉം. അപ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും ഒരു സോങ്, ഒരു പാട്ട് എന്ന് പറയാവുന്നൊരു പാട്ട് ഇല്ലായിരുന്നു. അത് എനിക്ക് ചിലപ്പോൾ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാത്തിനും കോമഡി വേണം എന്ന് പറയുന്നത്, ഫൺ. എല്ലാ പാട്ടിലും നമുക്ക് നോക്കിയറിയാം, ഇപ്പോൾ എല്ലാ പാട്ടിലും ഫണ്ണാണ്. ഫൺ മാത്രമല്ലോ പാട്ട്. അപ്പം അങ്ങനെയും പാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ആകാശമായവളെ പോലുള്ള പാട്ട് ഇതിന് നേരെ വിപരീത ധ്രുവത്തിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട്, അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അവിടെയും ഈ ഭാഷ വളരെ ജനകീയമാണ്. ആ ഭാഷ അല്ലേ പാട്ടിൻ്റെ ഒരു സാഹിത്യം, ഒരു വല്ലാതെ മണിപ്രവാളമൊന്നും അതിൽ കൊണ്ടുവന്നിട്ടില്ല. ആകാശമായവളെ, അകലെപ്പറന്നു, എല്ലാവർക്കും മനസ്സിലാവും. അത് ചിലപ്പോൾ ഇത് അനുഭവിച്ച, പല കാരണങ്ങളാലും അനുഭവിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് കണക്റ്റ് ആവുക ചെയ്യുന്നത്. പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ അത് കണക്റ്റ് ആവും. പണ്ട് ബുദ്ധനോട് ആരോ സ്ത്രീ ചെന്ന് ചോദിച്ചെന്നുള്ളേ, എൻ്റെ മകൻ മരിച്ചു എന്ന്. അപ്പോൾ മരിക്കാത്തൊരു വീട്ടിൽ നിന്നൊരു നാഴി അരി കൊണ്ടുവരാൻ അദ്ദേഹം പറഞ്ഞത്രേ. അപ്പോൾ അതുപോലെയാണ് പാട്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ എല്ലാവർക്കും ഇത്തരം ഒന്നല്ലെങ്കിൽ മറ്റൊരു ആഘാതം ഉണ്ടാകുന്ന ആളുകളാണ് ഇതിൽ ചെയ്യുക. അപ്പോൾ ഒരു യൂട്യൂബിലൊരു കമൻറ്റ്, സംഭവം ഇച്ചിരി ഡാർക്കാണെങ്കിലും എന്നെ വളരെ കൗതുകം ഉണ്ടാക്കി ആ പാട്ടിൻ്റെ താഴെ. അതായത് ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവൾ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യണതിന് മുമ്പ് കേൾക്കണമെന്ന് ഈ പാട്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി പോലും കൊതിക്കുന്നു ഈ പാട്ട്. അവരെ ഇല്ലാത്തവൾ പോലും അങ്ങനെ തോന്നി എനിക്ക്. ആരുടെയോ ദുഃഖം, ഇത് കൊള്ളാം ആ അവസ്ഥ എന്നുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ കൗതുകമുണ്ട്. പാട്ടിനെ പറ്റി പൊതുവെ പറയുന്നത് ശാന്തിയെ മനസ്സിൽ വെച്ചിട്ട് ബിജുവാ ചെയ്ത പാട്ടാണെന്ന്. അത് വെറുതെ അങ്ങനെ ഒരിക്കലുമില്ല. അതുപോലെ ചില നിഷേധിച്ചിട്ടുള്ളൊരു ആ പാട്ട് ജനിക്കുമ്പോൾ തന്നെ. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടല്ല എനിക്കുള്ളത്. അപ്പം അത് ഞാൻ ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഈ ചിറകായിരുന്നു, അകലെ പറന്നു, അല്ലെങ്കിൽ അറിയാതെ പോയി ഞാൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാത്തൊരു സംഭവമാണ്.
അപ്പോൾ അത്തരം പക്ഷെ ആൾക്കാർ അങ്ങനെ സെലിബ്രേറ്റ് അതിന് എന്നോടാണ് ആദ്യം അത് പാടാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ പാടില്ല, ഞാനല്ല അത് പാടുന്നത്. കാരണം അത് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട് സിനിമയിലുള്ള അതിനു വേണ്ടി ചെയ്ത പാട്ടാണ്. അതൊരിക്കലും നമ്മൾക്ക് വേണ്ടി ചെയ്ത എനിക്ക് വേണ്ടി ചെയ്യുന്ന പാട്ട് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ നമ്മളോട് സ്നേഹവും അങ്ങനെ ഒരു മുഖ്യവും ഇമോഷണലി നമ്മളോട് കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു ഡിലെമ്മ നമുക്ക് ഉണ്ടാകും ചില അവസരങ്ങളിൽ. നമ്മൾ പൊതുവെ ഒരു നഷ്ടം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെയും ഓവർകം ചെയ്യാനുള്ള ശ്രമം നടത്താറ്. വിജുമോൻ നേരെ തിരിച്ച് അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുകയും അതിൽ നിന്ന് എനർജി കൂടുതൽ കണ്ടെത്തുകയും ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അങ്ങനെയാണോ അത്? അത് എൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു നിലപാടാണ്. അത് ഓപ്പർച്യൂണിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചില ഘട്ടങ്ങളിൽ നമ്മളുടെ ആശയങ്ങളെയും പെർസെപ്ഷൻസിനെയും നമ്മൾ റീറൈറ്റ് അതാണ് ഇനി മുതൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം അതിൽ ഈ നഷ്ടം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഇത്തരം അവസ്ഥയിൽ ഒരാൾ സംഭവിക്കുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുമല്ലോ, അത് ഞാൻ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അങ്ങനെ ഗതികെട്ടാൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സെറ്റിങ്സ് ആണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. ഇപ്പോൾ ഈ വിശ്വാസികൾ ദൈവങ്ങളുടെ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നത് സങ്കടപ്പെട്ടല്ലല്ലോ. അവർ ഈ വിശ്വാസികൾക്ക് ഇപ്പോഴും അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവൻ നിലനിൽക്കുന്നത് അത്തരം ഒമ്നി പ്രസൻസിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വരവും അനുഗ്രഹമൊന്നും വേണ്ടിയൊന്നുമല്ല. ബട്ട് അത്തരം സാന്നിധ്യങ്ങൾ ആണ് നമ്മളെ നിലനിർത്തുന്നത്. പിന്നെ നമ്മളതിനെ എന്തിനു തള്ളിക്കളയണം? സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളുടെ സൃഷ്ടിയും കൽപ്പനയുമാണ്. അത് പാട്ടുമൊക്കെ അങ്ങനെ തന്നെയല്ലേ, സൃഷ്ടി കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രപഞ്ചമാണ് അതെല്ലാം. അതൊക്കെ അങ്ങനെ അത്തരം കവിതകളിലൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. എനിക്ക് എൻ്റെ കാര്യം അൺറിയലായിട്ട് ഒരാൾ കാണുന്നത് ഇറ്റ് ഈസ് റിയൽ ടു മീ. മറ്റൊരു കാര്യം മരിച്ചിട്ടില്ല, പ്രണയം അതൊന്നുമല്ല. അതായത് ഇറ്റ്സ് ടു മച്ച് റിയൽ എന്നുള്ളൊരു ഇതിലാണ്. അത് അൺറിയലാണെന്ന് കരുതുന്നതോടെ നമ്മൾ മറ്റു കാറ്റഗറിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത്തരം ആലങ്കാരികതകളൊന്നും അത്തരം കാര്യത്തിൽ അലങ്കാരങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ഡെക്കറേഷനും താല്പര്യമില്ല. അതാണ് വെരി മച്ച് റിയൽ. എപ്പോഴാണ് ഒരു കരിയർ ആക്കി എടുക്കാമെന്നൊരു കോൺഫിഡൻസ്? PG കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണോ അല്ലെ അറബിക്കഥ? അതെ, കരിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാം നമുക്കൊരു കരിയർ എന്നുള്ളൊരു പരിപാടി ഞാനങ്ങനെ കാരണം അന്ന് ഈ കരിയർ എന്ന് പറയുന്നത് ജോലിയാണല്ലോ. ഇത് എന്നെ സംബന്ധിച്ച് ജോലി ആയിട്ട് ഞാൻ കരുതിയില്ല. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പാട്ടുകളൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്യും, ലൈറ്റ് മ്യൂസിക്സൊക്കെ കമ്പോസ് ചെയ്യും. അതിൻ്റെ ഒരു തുടർച്ച ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കറിയാവുന്ന പരിപാടികൾ ഇങ്ങനെ അത് ആര് കേൾക്കുന്നു എന്നോ ആരിലേക്കാണ് ഇതൊക്കെ എത്തുന്നതെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പം അറബിക്കഥ അവസരം വന്നപ്പോൾ ഞാൻ ഓർത്തു ഇത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു വലിയ ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആലോചിച്ചെങ്കിൽ പോലും സത്യം പറഞ്ഞ പാട്ട് അങ്ങനെയല്ല ഞാൻ ചെയ്തത്. കവിത ആദ്യം കിട്ടുകയാണ് ചെയ്തത് തിരികെ. അത് ഞാൻ അതിനു മുമ്പ് ലളിതഗാനം ചെയ്ത പോലെ തന്നെയാണ് ഞാനത് ചെയ്തത്. എനിക്ക് വേറെ ഒരു ശ്രോതാവ് ഇത് കേൾക്കും എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞത്. അപ്പം അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പോന്നിട്ടുള്ളത്. ഈ ലിസണർ മുന്നിൽ എപ്പോഴൊക്കെയോ മാത്രമാണ് വന്നിട്ടുള്ളത്. അത് ഈ സംവിധായകരെ ഇപ്പോൾ ലാൽ ജോസിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ ട്യൂൺ മറ്റൊന്നായിരുന്നു. അത് കേൾപ്പിച്ചപ്പോൾ ഇത് ഓക്കേടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്കാണ് തോന്നിയതല്ലേ ഇത് പോരാ, ഒരെണ്ണം കൂടി ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എല്ലാവരോടും ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് ചെയ്യാം, എനിക്കത് അത്ര തൃപ്തിയായില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. ഇത് ഓക്കെയാണ് അങ്ങനെ പറഞ്ഞു. അല്ലാതെ പുള്ളി അങ്ങനെ ഇത് ചെയ്യുക, അതിന് അഭിപ്രായം അങ്ങനെയൊന്നും പുള്ളിക്ക് അങ്ങനെ ഒരു ഇതില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പ്രിവിലേജുകളിലൂടെ വന്നതുകൊണ്ട് ചില ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര കണ്ടീഷൻ, ഇന്ന പാട്ട് പോലെ ഇരിക്കണം, മറ്റേ റെഫറൻസ് മറിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രഷർ
ഉണ്ടാവുന്നുള്ളതല്ലാതെ കൂടുതൽ പേരും ഇപ്പോൾ രഞ്ജിത്ത് അദ്ദേഹം കേരള കഫേ എന്ന് പറഞ്ഞ കഥയമമ എന്നൊരു കവിത റഫീഖ് എഴുതുന്നത്, അദ്ദേഹം പറഞ്ഞത് ഒരു ഹിറ്റ് പാട്ട് വേണ്ട എന്നാ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ നല്ല പാട്ട്, ഹിറ്റിന് വേണ്ടി പാട്ട് ചെയ്യണ്ട എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഇതാണ്. അപ്പോൾ ഞാൻ ആ പാട്ട് ഓരോ വരിയും ഓരോ രാഗമാണ് ശരിക്കും ആ പാട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വരി ആ കോൺസെപ്റ്റ് വെച്ച് നോക്കിയിട്ട് അതിങ്ങനെ കഥയമമ എന്നാണ് പറയുന്നത്, കഥകൾ പറയൂ എന്ന് പറയുമ്പോൾ പല കോടി ജന്മങ്ങൾ കുമിളകളായി ഉണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ, അങ്ങനെ ഇതിൽ ആ കുമിള പൊട്ടി പുതിയതൊന്ന് തുടങ്ങുമ്പോൾ അവിടെ പുതിയൊരു രാഗം ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണത്. അങ്ങനെ ഒരുപാട് ആദ്യകാലങ്ങളിൽ അങ്ങനെ കുറേ പ്രിവിലേജസ്. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലാണെങ്കിലും ആഷിഖ് വിജി നമുക്ക് ഹിറ്റ് ആകുക എന്നുള്ളതായിരുന്നു. നമുക്ക് വളരെ സ്വീറ്റായിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്താൽ മതി. ഹിറ്റ് ആകുമോ ആകാതിരിക്കും. ആ സിനിമ അങ്ങനെയാണല്ലോ, ഹിറ്റ് ആവുമോ ആവാതിരിക്കുക. നമുക്ക് അറിയാത്തൊരു സിനിമയായിരുന്നു അത്, നമുക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അതുപോലെ അവൻ നിർദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏജ് ഉണ്ടായിരുന്നു എനിക്ക്. പ്രേമിക്കുമ്പോഴും കാണാമുള്ളാൽ എന്നുള്ള പാട്ട്, ചെമ്പാവ് പുന്നില്, അങ്ങനെയൊക്കെ നമുക്കതിനകത്ത് ഈ ചെമ്പാവിൽ മാത്രമാണ് ആ ഒരു ജോണർ ഇങ്ങനെ ആയാൽ കൊള്ളാമെന്ന് പറഞ്ഞത്. ബാക്കി രണ്ട് പാട്ടും അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് മെലഡി, സ്വീറ്റ്. നമ്മൾ പഴയ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ആവർത്തിച്ച് കേൾക്കുമ്പോഴും അതിൻ്റെ ന്യൂആൻസസിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കപ്പെടുമല്ലോ ചില പാട്ടുകൾ. അപ്പോൾ അത്തരം പാട്ടുകൾ അത് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇമോഷണലി അതിനെ നമുക്ക് സമീപിക്കാൻ പറ്റി. അത്തരം അങ്ങനെ കുറേ പടങ്ങൾ ആ സമയത്ത് ചെയ്തതൊക്കെ നമുക്ക് അങ്ങനെ ഗുണകരമായിട്ട് വന്നു പേഴ്സണലി. വേറെയും ടൈറ്റിൽ സോങ്സ് ചെയ്തിട്ടുണ്ടല്ലോ. ടൈറ്റിൽ അതുണ്ട്. പാലേരി മാണിക്യം അതുണ്ട്. അത് ടൈറ്റിൽ സോങ് ആയിട്ട് ചെയ്തതല്ല, ശരിക്കും പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ് എന്നെ വിളിച്ചത് ആ സിനിമയ്ക്ക്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ അദ്ദേഹം ഈ പുസ്തകം എനിക്ക് തരികയും അതിൽ കവിതകൾ കാണിച്ചു തരികയും. ഇത് ടി പി രാജീവൻ തന്നെ എഴുതിയിട്ടുള്ള പോയംസാണത്. അതിൽ തന്നെ പാലേറുന്നവ മറ്റേ ഇതില്ലേ വടക്കൻ പാട്ടുകളൊക്കെ ഉണ്ട് സിനിമയിൽ. പുത്തൂരം അതുപോലെ പാലേറും നാടായ പാലേരിയിൽ ആ വൃത്തത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഒരു കഥ, പാണൻ പാടുന്ന കഥ പോലെയുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതൊന്ന് ട്യൂൺ ചെയ്തോളൂ. ഇടയ്ക്ക് 2 വരി വെച്ചിട്ടൊക്കെ നമുക്ക് കപ്ലറ്റ്സ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ചേർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ സീനിൽ ഇത് പ്ലേസ് ചെയ്ത് അങ്ങ് പോവുക ചെയ്തത്. അപ്പോൾ അത് ടോട്ടലി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കത് ഒരു പാട്ടാക്കാം, ടൈറ്റിൽ സോങ് ആക്കാം എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുന്ന സമയത്ത് തന്നെ അത് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ. അത് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ വേറൊരു സ്റ്റുഡിയോയിൽ പോയി പാടുകയും പാടി അങ്ങനെ പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരു തീ പാതിരാ നീന്തി കടന്ന പാട്ട്. അങ്ങനെ പോകുന്നു. അത് സ്റ്റോപ്പില്ല ആ പാട്ട്. ശരി, കവിത ആയതുകൊണ്ട് ഇങ്ങനെ. പെട്ടെന്ന് തന്നെ നാഷണൽ അവാർഡും കളിയച്ഛനും. അതെ. കളിയച്ഛനും ഈ പറഞ്ഞ പോലെ കോയിൻസിഡൻ്റലി വന്നൊരു പ്രോജക്റ്റാണ്. വന്നപ്പോൾ തന്നെ എനിക്ക് അതിനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അത് സിനിമ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോൺസെപ്റ്റ് പി കുഞ്ഞിരാമൻ നായർ, കവിതകൾ, കഥകളി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ മ്യൂസിക് എനിക്ക് സെറ്റായിരുന്നു. അത് ചെയ്തത് വളരെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണത്. അപ്പോൾ അങ്ങനെ ഇത് അവാർഡ് അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. കാരണം അന്ന് വരെ എനിക്ക് അവാർഡ്, സ്റ്റേറ്റ് അവാർഡോ അല്ലെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ആ ഭാഗത്തേക്ക് അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആദ്യം സ്റ്റേറ്റ് അവാർഡാണ് അതിന് കിട്ടുന്നത്. അതിനും ഒഴിമുറി എന്ന് പറയുന്ന മധുപാൽ സംവിധാനം ചെയ്തത്. 2നും കൂടി സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അത് തന്നെ ആ പടത്തിന് തന്നെ നാഷണൽ അവാർഡും കിട്ടുകയാണ്.
അത്ഭുതപ്പെടുത്തിയ ഒരു പാട്ടാണ് ഇടുക്കി എന്നുള്ള പാട്ട്. നമ്മൾ ഒരു രീതിയിലും ഇടുക്കിക്ക് ഒരു കാൽപ്പനികതയും നമ്മൾ ചാർത്തി കൊടുക്കാറില്ല. ഇടുക്കി ഇടുക്കി അത്രേ ഉള്ളൂ. പക്ഷെ അതിലപ്പുറത്തേക്ക് കൊണ്ടുപോയ ഒരു പാട്ടാണ് ഇടുക്കി എന്നുള്ളത്. അതിന്റെ ഒരു ഫോർമേഷൻ അതും ഈ പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിന്റെ വരികൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇടുക്കി എന്ന് പറയുന്ന വാക്കിന് തന്നെ ഒരു മ്യൂസിക്കാലിറ്റി ഉണ്ട്, ഒരു പെർക്യൂസീവ്നെസ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല, അതാണ് അതിന്റെ. അത് അതിനെക്കുറിച്ച് എഴുതണം എന്ന് പറയുമ്പോൾ ആണല്ലോ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇപ്പോൾ റഫീഖേട്ടനായാലും ഇടുക്കി, അത് കൊള്ളാം. ഇടുക്കി എന്ന് പറയുന്ന വാക്കിനുള്ളൊരു മ്യൂസിക് ഉണ്ടല്ലോ. അപ്പോൾ അത് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്ത് മിടുക്കി അല്ലേ, ഇടുക്കി മിടുക്കി അങ്ങനത്തെ ഒരു പുള്ളി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഇത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം മലയാളക്കരയുടെ മടിശീലം നിറയ്ക്കാണ് നലമേഴും നാടല്ലോ ഇടുക്കി എന്ന്. അപ്പോൾ നമ്മൾ അവിടെ മറ്റേ ഏലമുണ്ട്, മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, കാപ്പിയോ ചായയോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ മലയാളക്കരയുടെ എന്താ പറയുക എക്കോണമിയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു കവിതയിലൂടെ എങ്ങനെ എഴുതാമെന്നുള്ള മടിശീലം നിറയ്ക്കുക എന്ന് പറയുന്നത് അതും കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. ഇടുക്കിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണല്ലോ, കാണാനുള്ള ഭംഗിയുണ്ടോ, കൂടാതെ ഇതൊക്കെ വിറ്റുള്ള റവന്യൂ കൂടി അതിനകത്ത് വലിയൊരു ഘടകമാണല്ലോ. അത് പാട്ടിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ചാലഞ്ച്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അങ്ങനൊരു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ അത് പുള്ളി തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ അത് നിഷേധിച്ചിട്ടുണ്ട്. ഉണ്ടെന്നുള്ള രീതിയിലാണ്, ഞാൻ അവിടെ പോയിട്ടില്ല എന്നൊക്കെ ആൾക്കാരൊന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അത് സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് അങ്ങനെ ഒരു ചർച്ച പറഞ്ഞതായിട്ടൊരു ഓർമ്മയുണ്ട്. ഇടുക്കി കൂടുതലും അതേപോലെ അത് ആഷിഖാണ് സജസ്റ്റ് ചെയ്തത്. ശ്രീനാഥ് പാട്ട് പാടുന്ന ഒരാളാണ്. ഇന്ത്യൻ പുള്ളി കുറച്ച് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെയാണ് പാടാറുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ആ പാട്ട് ആദ്യം ശ്രീനാഥ് റഫായിട്ട് ഒന്ന് പാടി. അത് പക്ഷേ അത് ഇതിലും നല്ലൊരു വേർഷനായിരുന്നു സത്യം പറഞ്ഞാൽ. രണ്ടാമതൊന്ന് പാടി അത്ര കൃത്യമല്ല. അത് മാത്രമല്ല കൃത്യം ആവരുത് എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു ആ പാട്ടിന്. ഒരുപാട് കൃത്യതയൊന്നും ആവശ്യമില്ല. പക്ഷെ അത് ഒരു അങ്ങനത്തെ ഒരു എന്താ അതിന് പറയണത്, സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളിങ്ങനെ വർത്തമാനത്തിൽ നിന്ന് കുറച്ച് കയറി നിൽക്കുന്ന ഒരു പാട്ട്. ഇപ്പോൾ വറ്റാക്കുളം വറ്റുന്നിതാ കാലിയായി എന്നുള്ള മ്യൂസിക്കലായിട്ട് ഇപ്പോൾ ജോഗ് എന്ന് പറയുന്ന രാഗത്തിലാണ്, ഇപ്പോൾ പ്രമോദവനമൊക്കെ ചെയ്ത രാഗത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അതിപ്പോൾ കിളികുലമെത്ത ഇതാണ് ട്യൂൺ. ഇപ്പോൾ വറ്റാക്കുളം വറ്റുന്നിതാ കാലിയായി ഇങ്ങനെ പറയുമ്പോൾ വറ്റാക്കുളം വറ്റുന്നിതാ കാലിയായി എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തത് മതി എന്ന് കിളികുലമെത്ത ഇങ്ങനെ വെറുതെ പറയുക, ഏകദേശം ട്യൂണിനെ എവിടെയൊക്കെയോ കൊള്ളിക്കുന്ന രീതിയിൽ അങ്ങനെ വരുമ്പോൾ അതിനൊരു കൗതുകം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ആ പാട്ട് എവിടേക്കോ അത് എത്തിയിട്ടുണ്ട് ആ പാട്ട്. ഞാൻ ഓർത്ത് അത് അത്രയ്ക്കധികം എത്തി. പക്ഷെ ഞാൻ വിചാരിക്കാത്ത ചില സ്ഥലങ്ങളിൽ ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരിക്കൽ പോയപ്പോൾ അവിടുത്തെ നോർത്ത് ഈസ്റ്റിലൊക്കെയുള്ള കുട്ടികളൊക്കെ അവർ വന്ന് എന്നോട് സാർ യു ഡിഡ് ദാറ്റ് സോങ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാട്ടിനെ കുറിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചില ഘട്ടങ്ങളിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതെ 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 പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് പക്ഷെ എന്നാൽ അതുപോലെ സ്വീകരിക്കപ്പെടാതെ പോയ പാട്ടുകൾ ഉണ്ടാവില്ലേ? അത് ഒരുപാടുണ്ട്. സ്വീകരിക്കപ്പെടാതെ പോകുന്നൊരു പക്ഷേ അപ്പോഴും നമ്മൾ ചില ഘട്ടങ്ങളിൽ ഒരു കൂട്ടം ആളുകളൊക്കെ അതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക്, കാരണം ഇത് ഡൈല്യൂഷൻ കുറയും തോറും അതിന് ലിസണേഴ്സിൻ്റെ ഇതും കുറയും. പ്രത്യേകിച്ച് ഇപ്പോൾ, പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ട് അപ്പോൾ പ്യുവർ സംഗീതത്തിൻ്റെ മുകളിലാണല്ലോ പണ്ടൊക്കെ അവരൊക്കെ ചെയ്തിരുന്നത്. ചിലപ്പോൾ രാഗ അധിഷ്ഠിതമായിട്ടായിരിക്കും മിക്ക പാട്ടുകളും. പക്ഷെ ആളുകളത് സ്വീകരിച്ചിരുന്നു. അപ്പോൾ അവരുടെ ആസ്വാദന നിലവാരം ഉയർന്നുകൊണ്ടാണോ അതോ മറ്റ് പോപ്പുലർ സോങ്സ് ഒരുപാട് കേൾക്കാൻ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും അതിനകത്ത് കോംപ്രമൈസ് ഇല്ലാത്ത പാട്ടുകൾ പണ്ട് സ്വീകരിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ചും കൂടി പോപ്പുലർ, സോ കോൾഡ് പോപ്പുലർ
പാട്ടുകൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ആളുകൾക്ക് മൂളാൻ പറ്റണം. ഇപ്പോൾ ദേവസഭാതലം എന്നുള്ളത് മൂളാൻ പറ്റിയിട്ടല്ലല്ലോ ഹിറ്റായത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ആളുകൾക്ക് ഹം ചെയ്യാൻ പറ്റുക, പിന്നെ ആളുകൾക്ക് പെട്ടെന്ന് അത് ഒറ്റ ത്രോയില് കിട്ടണം. അത് കഴിഞ്ഞിട്ട് അവരത് കളയും. പക്ഷെ അത് കിട്ടി അത് കേൾക്കുക എന്ന് പറയുന്നത്. പക്ഷെ 5 തവണ കിട്ടിയാലേ കേട്ടാലേ കിട്ടുള്ളൂ എന്ന് പറയുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ പിന്നെ അത്രയും ആളുകൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ റഹ്മാൻ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ചെയ്യുമ്പോൾ അത് വെയിറ്റ് ചെയ്യും. അത് ചെയ്യുന്നത് എന്താണ് നോക്കുമ്പോൾ അത് ഒരു 5-8 തവണ കേൾക്കാൻ തയ്യാറായിരിക്കും ആൾക്കാർ. ഒരു ഭാഷ ഒരു അങ്ങനെ പറയാം. പക്ഷെ അതല്ല അതിൻ്റെ ശരി. പക്ഷെ പാട്ടുകൾ അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അത് ഒരുപാട് കാലം നിൽക്കും. ഒരുപാട് റിപ്പീറ്റേറ്റീവായിട്ട് കേൾക്കുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് പിന്നെ കളയാൻ പറ്റില്ല. മറ്റങ്ങനെ പറഞ്ഞോളൂ. ഇപ്പൊ ഈ എല്ലാ സാർ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ക്യാച്ചി ആയിട്ടൊരു ട്യൂൺ എന്ന് എനിക്ക് തോന്നുന്നു മിക്ക ഡയറക്ടേഴ്സും ആവശ്യപ്പെടാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ സാറിന്റെ പാട്ടുകളിൽ ഇതുവരെ ഒന്നും അങ്ങനെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ട് മാറി നിൽക്കുന്നതാണോ? അങ്ങനെ വേണ്ട, എനിക്ക് പാട്ടിന്റെ അറിയില്ലെന്ന് പറഞ്ഞാൽ ശരി. അത് അതിൻ്റെ ഒരു മാജിക്ക് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ്ലി നമ്മൾ ചെയ്തു വന്നിട്ടുള്ള ശീലം നമ്മളെ അതിന് ആഗ്രഹമൊക്കെ ഉണ്ട് പെട്ടെന്ന് കേട്ട് ഇഷ്ടപ്പെടുത്തുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുപ്പത്തൊട്ടിയിൽ എറിയപ്പെടുക എന്ന് പറയുന്ന ആലോചിക്കും വേണ്ട പിന്നെ എന്ന് പറയുന്ന ഒരു സാധനം. കാരണം ഇപ്പോൾ നമ്മളുടെ കൊമേഴ്ഷ്യൽ ഇക്വേഷൻ മാറിയിപ്പോൾ. ഇപ്പോൾ യൂട്യൂബ്, സ്പോട്ടിഫൈ ഒക്കെ വന്നു. സ്പോട്ടിഫൈ പിന്നെയും ഒരു റെഗുലർ ലിസണിങ് ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരാഴ്ച കൊണ്ട് 10 മില്യൺ കയറുക, അല്ലെങ്കിൽ 20 മില്യൺ കയറുക. അത് കഴിഞ്ഞ് പിന്നെ അത് ഇല്ല, ആ അന്തരീക്ഷത്തിലേ ഇല്ല. പക്ഷേ ആ 20 മില്യൺ കൊണ്ട് ഈ ഉണ്ടാകുന്ന റവന്യൂ വളരെ വലുതാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ ഈ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ അത് ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവർ അപ്പോൾ സ്കിപ്പടിച്ച് പോവും. നമ്മുടെ അനലിറ്റിക്സ് അങ്ങനെയാണ് പറയുന്നത്. ഒരു സാധാരണ ഒരു പാട്ട്, അത് എത്ര ക്വാളിറ്റി ഉള്ള പാട്ടാണെങ്കിലും അതിൻ്റെ കേൾവി 5 മിനിറ്റിൻ്റെ പാട്ടോ 1 മിനിറ്റ് 30-40 സെക്കൻഡൊക്കെയാണ് ആവറേജ് ലിസണിങ് പാട്ടിൻ്റെ. അതാണ് നമ്മൾ ഈ ഗൂഗിൾ അനലിറ്റിക്സ്, നമ്മുടെ യൂട്യൂബ് അനലിറ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ പാട്ടുകൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 10,000 വ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോകാം, കൊള്ളാം, 10,000 പേര് ഇത് കണ്ടു. പക്ഷെ ഇത് ആവറേജ് ലിസണിങ് ആണ് നോക്കുമ്പോൾ അതിൻ്റെ വ്യൂ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റൊക്കെയാണ്. അത് കഴിഞ്ഞ് അവർ പോവുകയാണ്, വേറെ പാട്ടും തേടി പോവുകയാണ്. അതാണ് സത്യം. 20% ഫുൾ സോങ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ വരിയിലും കൗതുകങ്ങൾ ഉണ്ട്, ശബ്ദങ്ങളും അപശബ്ദങ്ങളും ഉണ്ടെങ്കിൽ അതിങ്ങനെ എന്താണ് അടുത്ത ശബ്ദങ്ങളെന്ന് കാത്തിരുന്ന് അത് മുഴുവൻ കേൾക്കാം അല്ലേ. അത് പിന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷ. ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് സോങ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ഹിറ്റാണല്ലോ. റാപ്പ്, അങ്ങനെയുള്ള ഡാബ്സിയുടെ ഒക്കെ പാട്ടുകൾ ഹിറ്റാണ്. അപ്പോൾ അതിൻ്റെ വാക്കുകളെന്ന് പറയുന്നത് നമുക്ക് കേട്ടാൽ അറിയാൻ പറ്റും. കുറച്ച് നേറ്റീവാണ്, വളരെ കൊളോക്കിയലായിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് വർത്തമാനം പറയുന്ന അത്ര സുഗമമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരം ഇക്വേഷൻസ് മാറി. പറഞ്ഞില്ലായിരുന്നോ കൂടുതൽ റാപ്പ് സോങ്സ് വരുന്നു, ബീറ്റ് സോങ്സ് വരുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഹിറ്റ് ആവുന്നു എന്നതിലുപരി ആൾക്കാർ അതിനെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ മലയാളികളുടെ ആസ്വാദന രീതി മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പാട്ടുകൾക്കാണ് കൂടുതൽ ഇഷ്ടം. അല്ല, അത് ഓരോ കാലത്തിൻ്റെ ഇതാണ്. ഒരു സാച്ചുറേഷൻ വരാൻ സാധ്യതയുണ്ട് ഇതിനൊക്കെ. ഇത് എത്ര ഉണ്ടെന്ന് വെച്ച് ഇത് കേൾക്കും. എല്ലാത്തിനും ഒരു മട്ടല്ലേ ഇതിനകത്ത് ഇത്. കാരണം ഈ ഹിപ്പ് ഹോപ്പൊക്കെ വന്നിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ, അറിയാമല്ലോ. അതിൻ്റെ അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ ഒരു ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതിൽ നിന്ന് എന്തും പറയാവുന്നൊരു മീഡിയമായിട്ട് ഹിപ്പ് ഹോപ്പിൻ്റെ ജനറ മാറി. ഇപ്പോൾ പ്രേമം പറയാൻ ഹിപ്പ് ഹോപ്പ്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ അതിന് വേറൊരു അട്രാക്ഷൻ ഉണ്ട്. ഈ ഹിപ്പ് ഹോപ്പിനൊക്കെ അതിൻ്റെ ഒരു ബീറ്റിനും എല്ലാത്തിനും വേണ്ടി വേറൊരു പരിപാടിയുണ്ട്. അത് നല്ലതാണ്. പക്ഷേ മൾട്ടിപ്പിൾ ജോണേഴ്സ് നമുക്ക് കേൾക്കാനുള്ള വേദികളിലാണ് ശരിക്കും പോപ്പുലർ മീഡിയമായിട്ടുള്ള സിനിമ. അത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. അതിനുള്ള സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കണം. നെറേറ്റീവ്സ് അത് ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പം മലയാളം വിട്ടാൽ തമിഴിലൊക്കെ ഉണ്ടല്ലോ
ഹിപ്പ് ഹോപ്പും ഉണ്ട്. ഇപ്പോൾ അറിവ് എന്ന് പറയുന്ന ആളുടെ സോങ് ഉണ്ട്, ഒപ്പം മറ്റു മെലഡികളും എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഡപ്പാങ്കൂത്തും ഉണ്ട്, മറ്റൊരു മെലഡികളും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. മലയാളത്തിലും ഇല്ലെന്നല്ല, പക്ഷേ അത് നല്ല സിനിമകളിൽ വരണം. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ശ്രദ്ധിക്കപ്പെട്ടേക്കാവുന്ന സിനിമകളിൽ ഇത്തരം പാട്ടുകൾ വരുമ്പോഴാണ് ഇതിന് കൂടുതൽ ഇത് വരിക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാന്നുള്ളേ ഉള്ളൂ, ആരും കേൾക്കാൻ പോകുന്നില്ല. അത് പറയുമ്പോൾ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാറ് ദാദടിയാല് അങ്ങനെ ചെറിയൊരു സംഭവം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് കൂടുതൽ റാപ്പ് എമേർജ് ചെയ്ത് വരുന്നത്. അപ്പൊ അന്നത് ചെയ്യുമ്പം എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഇനി അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്യുമോ? ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു പുതിയ സിനിമയിൽ ആഹ്ലാദം എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ട്. ഇപ്പം നമുക്ക് ശ്രമിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് എന്ത് ജോണറും. പക്ഷെ ഒപ്പം ഞാൻ പറഞ്ഞ ഇതിൽ തന്നെ നല്ല ഈ പറയുന്ന സിനിമയിൽ വരാമോ സിനിമയിൽ നല്ലൊരു ഗസലുണ്ട്, നല്ലൊരു ഖവാലി ഉണ്ട്, നല്ലൊരു ഹിപ്പ് ഹോപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു മൾട്ടിപ്പിൾ ഇതുള്ളൊരു മ്യൂസിക്കൽ എന്നൊക്കെ പറയാവുന്ന സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകളിൽ എല്ലാം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ട്. അത് ശ്രദ്ധിക്കപ്പെടുകയില്ല എന്നുള്ളത് ഇനി വരും കാലങ്ങളിലേ ഇതേ ഉള്ളൂ. കാരണം എല്ലാം മൊത്തത്തിലത് അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവണമല്ലോ, അതാണ് പറഞ്ഞത്. അപ്പോൾ അത് ശ്രമിക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. ഇത് എല്ലാം ആളുകൾ കേൾക്കേണ്ടത് തന്നെയാണ്, ഒന്നും കേൾക്കാതിരിക്കേണ്ടതില്ല. പക്ഷേ എല്ലാത്തിനും വേദികൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ അത് മാത്രം ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനൊക്കെ സാധ്യതകളിപ്പോൾ ഉള്ളതുകൊണ്ട് സിനിമയെ മാത്രം നമുക്ക് ആശ്രയിക്കേണ്ടതില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തിടാമല്ലോ, യൂട്യൂബിലൊക്കെ ചെയ്തിടാം. ഈ മ്യൂസിക്കൽ ബാൻഡ്സ് പഴയ ക്ലാസിക്കൽ സോങ്സ് എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് പാടാനൊരു കൊതി ഉണ്ടാവുമല്ലോ, അത് നിഷേധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അല്ല ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരുപാടൊരു പരിധി വിട്ട് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഒരു പർപ്പസ്, ഒരു സ്വരം വയ്ക്കുന്നതിന് എല്ലാ പാട്ടിനും അല്ല. ഇപ്പോൾ ഒരു സ്വരം, ഒരു നോട്ട്, ഒരു ഫ്രേസ് അതങ്ങനെ ആകുന്നതിന് പർപ്പസ് ഉണ്ട്, ഒരു റീസൺ ഉണ്ട്. ഒരു ഇപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഏകും ദൂര മന്ദിരത്തിൽ പോയി വരാനാണ് പറയുന്നത്. അപ്പോൾ പോയി വരൂ അപ്പം അതിനൊരു ചിത്രം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ശരിക്കും സാറ് പാടിയ ആ വേർഷനിൽ ശരിക്കും പറഞ്ഞാൽ അത് സൂക്ഷിച്ചാൽ ആ നോട്ടിൻ്റെ ഗ്ലൈഡ് കേൾക്കാൻ തന്നെ പറ്റുള്ളൂ. ഹിഡൻ ആണ് ശരിക്കും. പോയി വരൂ ഈ സാധനമല്ലേ, അത് ശരിക്ക് അത് ഹിഡൻ ആണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അത് അത്തരം സൈലൻസുകൾ സൃഷ്ടിക്കുന്ന ഒരു മാജിക് ഉണ്ട്. അതൊക്കെ വളരെ പർപ്പസ്ഫുള്ളാണ് ഈ ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. മിക്ക പാട്ടുകളും, എല്ലാം ഒന്നും പറയുന്നില്ല. വായി തോന്നിയ പാട്ടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതല്ല പറഞ്ഞത്. റാഷണൽ ആയിട്ട് ഉള്ളൊരു അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം രാഗം മാത്രമായിട്ടൊരു പാട്ടിനെ കാണരുത്. രാഗമൊക്കെ പ്രസക്തമായി, അതെന്തിനു വേണ്ടി ആ രാഗം ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ആ ഗാനമാണ് പ്രധാനം. രാഗം ഇപ്പോൾ ഹരഹരപ്രിയയിൽ ഇന്ന പാട്ട് ചെയ്തു, അല്ലെങ്കിൽ ആനന്ദഭൈരവിയിൽ ഇന്ന പാട്ട് ചെയ്തു, അതൊന്നും ഒരു വിഷയമല്ല. ആനന്ദഭൈരവിയൊക്കെ പോയി, അത് കഴിഞ്ഞിട്ട് പാട്ടായി കഴിഞ്ഞാൽ പിന്നെ അതാണ് വരി. ആ ഈണത്തോടെന്ത് പറയുന്നു, ഈണം വരിയോടെന്ത് പറയുന്നു, രണ്ടും ചേർന്നിട്ട് നമ്മളോടെന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിന് സൃഷ്ടി ഉണ്ട്. സൃഷ്ടി ഇസ് ദ ബിഗസ്റ്റ് തിങ്. അതിനോട് നമ്മൾ ഉത്തരവാദിത്വം കാണിക്കും. മനോജ് ചോദിച്ചതിൻ്റെ ഒരു തുടർ ചോദ്യമാണ്, ഈ കവർ സോങ്സ് ഉണ്ടല്ലോ ഇപ്പോൾ ഇറങ്ങുന്ന, അത് മേ ബി ഞാൻ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാവാം എനിക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്താണ് അതിൻ്റെ റെലവൻസ് എന്നാണ് ബിജുവാണ് തോന്നിയിട്ടുള്ളത്? അത് കേവലം ഒരു റിലവൻസ് ഞാൻ തോന്നുന്നത്, പ്രസക്തി ഉണ്ടെങ്കിൽ അത് തോന്നുന്നത് വി ക്യാൻ എക്സ്പ്ലോർ ദ ഒറിജിനൽ. നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ പച്ചക്കറിക്കായ, അതല്ല മറ്റേ ദശരഥത്തിലെ പാട്ടുണ്ടല്ലോ, മന്ദാരച്ചെപ്പുണ്ടോ, അത് പലരും ഇവരുടെ ഒറിജിനലാണെന്ന് കരുതിയിട്ടുള്ള ന്യൂ ജനറേഷൻ കുട്ടികളുണ്ട് തൈക്കൂടത്തിന്.
പക്ഷെ ചിലർ ഇത് ദശരഥിലെ പാട്ടാണ്, ജോൺസൺ മാഷ് ചെയ്തതാണ്. ഇപ്പോൾ ഒറിജിനൽ പാട്ട് കേൾക്കാൻ അവരെ പ്രേരിപ്പിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നമെന്നാണോ ഒരു അനിവാര്യത എന്നാണോ എനിക്കറിയില്ല, ഒരു ഘട്ടത്തിന് മുൻപുള്ള ഹിസ്റ്ററി അവർക്ക് ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഹിസ്റ്ററി ഇല്ല അവർക്ക്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഈ മില്ലേനിയം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അവർക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹിസ്റ്ററി ഇല്ലായ്മ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പോലും ചിലർക്ക് വലിയ ഗുണങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഹിസ്റ്ററി അറിഞ്ഞില്ലേ, ഇപ്പോൾ ഇത് നോക്കിയാൽ പോരെ എന്ന് പറയുന്ന ഒരവസ്ഥ വലിയ ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഹിസ്റ്ററി ഇല്ലാത്തത് കൊണ്ട്. ഇപ്പോൾ യേശുദാസ് സാറിന് ഇപ്പോൾ 84 വയസ്സായില്ലേ, 84 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് മേ ബി ടിൽ 90 ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി 95 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ വന്നിട്ടുള്ളത്. അതിനുമുമ്പ് 70s അസാധ്യമായി പാടിയിട്ടുള്ള, ഇതൊന്നും പുതിയ മ്യൂസീഷ്യൻസ് പോലും കേട്ടിട്ടില്ല എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 30-35 വയസ്സുള്ള ആളുകൾ ഇതൊന്നും കേട്ടിട്ടില്ല. മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് മ്യൂസിക് കേൾവി അവർ റഹ്മാൻ തൊട്ടേ ഉള്ളവർക്ക് ഞാൻ ഇവരെ വിളിച്ചിരുത്തി യൂട്യൂബിൽ ഇത് കേൾപ്പിച്ച് ഇത് കേട്ടായിരുന്നു. ഇത് കേട്ട് യേശുദാസ് എന്ന ആളാണ് പാടിയത്. ഇപ്പോൾ ഈ താടി വെച്ചിറങ്ങുന്ന ആളാണ് ഇങ്ങനെ ഇതാണല്ലോ ഈ പാട്ട്. അപ്പോൾ ഈ ഉയരേ മുതൽ ഹരിഹരൻ ഇങ്ങനെ ഒരു ഇത് ഇത് അങ്ങനെ ഒരു കുറ്റം അതല്ല. ബട്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത് എൻ്റെ കവിത അല്ലെ പാട്ട്, എൻ്റെ എത്രയോ പാട്ടുകൾ ഉണ്ടായിരിക്കും. പഴയതിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് ഇതിനെ കാണാന്നുള്ളേ ഉള്ളൂ. ഇതേ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ശുദ്ധ സംഗീതം എന്ന ഒരു ഡിബേറ്റബിൾ ആയ ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ ഈ നമ്മൾ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില പാട്ടുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രംഗപുരവിഹാര എന്നുള്ള ഒരു പാട്ട്, അതിപ്പോൾ സുബ്ലക്ഷ്മി പാടിയ ആരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അത് കവർ സോങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് പലരും തിരിച്ച് ആ പാട്ട് കേൾക്കാൻ പോകുന്നു. അല്ല, ആ പാട്ട് സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേൾക്കുമെന്ന് എനിക്ക് തോന്നല്ല. അത് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുള്ളൂ. കേൾക്കേണ്ടവര് മാത്രമേ അത് കേൾക്കുള്ളൂ. അത് പ്യുവർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്. അത് ഉറപ്പായിട്ടും അത് കർണാട്ടിക് മ്യൂസിക് ശരിക്കും പോപ്പുലറൈസ് ചെയ്യണം, ഫ്യൂസ് ചെയ്യണം ഉറപ്പായിട്ടും. അതൊന്നും ഇങ്ങനെ മണ്ഡപത്തിൽ മാത്രം ഇരുന്ന് ചമ്രം പണിഞ്ഞിരിക്കുന്ന പാടേണ്ട ഒരു കാര്യം മാത്രമായിട്ട് അവശേഷിക്കേണ്ടതില്ല. അത് അത്തരം ചട്ടക്കൂടൊക്കെ പൊളിച്ച് പുറത്തു വരണം. ലോക സംഗീതമായിട്ട് സംവദിക്കണം മ്യൂസിക് അങ്ങോട്ടും ഇങ്ങോട്ടും, ബട്ട് ഇൻ ദ പ്യൂറസ്റ്റ് വേ. അത് രണ്ട് മ്യൂസീഷ്യൻസും അതിൻ്റെ ഇത് അറിഞ്ഞുകൊണ്ട്, വാല്യൂവും അതിൻ്റെ റൂട്ട്സും അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നല്ല സംഗീതം ഉണ്ടാവും. വേറെ കർണാട്ടിക് റോക്ക് എന്നൊക്കെ പറയുന്ന ജോണർ തന്നെ ഉണ്ടല്ലോ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ആൻഡ് ഇറ്റ് ഷുഡ് ബ്രേക്ക് ദിസ് റിലീജിയസ് ഈ സ്പിരിറ്റ് മറ്റേ ഭക്തി അതും വിടണം. അത് ദൈവത്തെ മാത്രം അത് ആയിരുന്നോട്ടെ, നല്ല ക്ലാസിക്കുകളുണ്ട്, ഓക്കെ, അത് വിട്ട് നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ കർണാട്ടിക് മ്യൂസിക്കിലൂടെ പറയാൻ പറ്റണം. അത്തരം വിഷയങ്ങൾ കൂടി പറയാൻ പറ്റണം. സ്ത്രീ ഇവിടെ സ്വാതന്ത്ര്യമെന്നോ അതിൻ്റെ വാല്യൂ എന്നോ സോഷ്യൽ എറ്റിക്കറ്റ്സിനെ കുറിച്ച് പറയാൻ പറ്റണം കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഭാഷയിൽ. രാഗാധിഷ്ഠിതമായിട്ട് നല്ല കീർത്തനങ്ങളുണ്ടാവണം. അത് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. എന്നെ കുറിച്ചുമാണ് ഈ പറയുന്നതെന്ന് കേൾക്കുമ്പോഴല്ലേ നമുക്ക് കേൾക്കാൻ തോന്നുള്ളൂ. എന്നെക്കുറിച്ചും ആണ് പറയുന്നത്, അല്ലെ എൻ്റെ കൂട്ടുകാരിയെ കുറിച്ചാണ് ഈ പറയുന്നത്, കൊള്ളാം എന്ന് പറയുമ്പോഴാണല്ലോ ഇതിന് പ്രസക്തി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചർവിത ചർവണമാണ്. പിന്നെ അതിനകത്ത് പ്രാഗൽഭ്യം വരുന്നതെന്ന് പറഞ്ഞാൽ മ്യൂസീഷ്യൻ്റെ എബിലിറ്റിയാണ്, സ്കില്ലാണ്. മ്യൂസീഷ്യൻ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു, അയാളുടെ വൈഭവം, അയാളുടെ മനോധർമ്മം, ഇതൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഒരു കർണാട്ടിക് കൺസേർട്ടിൽ ഒരു കല്യാണി അന്ന് ബാലമുരളീകൃഷ്ണ സാറ് പാടിയ പോലെയല്ല ഇന്ന് TM കൃഷ്ണ അദ്ദേഹം പാടുന്നത്. വ്യത്യാസം ഉണ്ട്, കല്യാണി തന്നെയാണ് പക്ഷേ, ബട്ട് വി ക്യാൻ ലിസൺ. പക്ഷെ അത് അറിയുന്നവർക്ക് മാത്രമേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് വിഷയമാണ് വേണ്ടത്, സബ്ജക്റ്റ്, അതും കൂടി പറയാൻ പറ്റണം. TM കൃഷ്ണ പാടുന്ന രംഗപുര വിഹാരയും ഇപ്പോൾ ഹരീഷ് പാടുന്ന
പാടുന്നതും ഒരേ രീതിയിൽ നിലനിന്ന് അല്ല, പോകണം? കൃതികൾ ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ. കൃതികൾ ചിട്ടപ്പെടുത്തിയ പോലെയാണല്ലോ. അതിനകത്ത് ചില ഇംപ്രവൈസേഷൻസ് മാത്രമേ അതിൽ സാധ്യമുള്ളൂ. കൃതികളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, രാഗ വിസ്താരത്തിൽ, പ്രത്യേക രാഗത്തിൻ്റെ വിസ്താരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. അത് ഉണ്ടാവും. കൃതികൾ എപ്പോഴും ഈ സോങ്സ് പോലെ തന്നെയാണല്ലോ. കൃതികൾ അതേപോലെ തന്നെയാണല്ലോ പാടുന്നത്. രംഗ എന്നാണല്ലോ പാടുന്നത്. രംഗ എന്ന് പാടില്ലല്ലോ, രംഗപുര എന്നുള്ള പാടുള്ളൂ. അത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് സോങ് പോലെ തന്നെ. അതിൽ improvisations അത് ഒരു ഒക്കെ പരിധി വരെ ആവാമല്ലോ. അത് രാഗ അതായത് ഇപ്പോൾ സാധാരണ ഒരു ഗാനവും കീർത്തനവും തമ്മിൽ പോലും വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു രാഗം, കല്യാണിയിൽ ഒരു കൃതി അല്ലെങ്കിൽ ഹരഹരപ്രിയയിൽ പക്കാല നിലബടി എന്ന് പറയുന്ന കൃതി, ഇതിൽ ഹരഹരപ്രിയ രാഗത്തിൽ ചിട്ടപ്പെടുത്തുന്നു. അതൊരു ഡേറ്റിയെക്കുറിച്ചുള്ളൊരു ഇതായിരിക്കും അല്ലേ, പ്രകീർത്തനമായിരിക്കും. അത് 10 പേര് പാടിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് പോയി. കാരണം ഇത് തന്നെയല്ലേ ഉള്ളൂ. എന്നെ രക്ഷിക്കാൻ പറയാന്നുള്ളതൊക്കെ തന്നെ ഇന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങളുണ്ടാകും. പന്നകാഭരണ റാണി പുരാണി പരമേശ്വരി വിശ്വേശ്വരി, ഇത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം കേട്ടുള്ളത് കേട്ടല്ലോ. പിന്നെ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ആകാശമായവളെ എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയാനുണ്ട്, നമുക്ക് ഓർത്തിരിക്കാനും ഹോണ്ട് ചെയ്യപ്പെടാനും ഉണ്ട്. സോ അപ്പോൾ ഗാനത്തിന് അതിൻ്റേതായിട്ടുള്ള വേറെ അസ്തിത്വമുണ്ട്. സോ അത് വളരെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ് ഗാനം. അതിൻ്റെ ട്യൂൺ ഇടുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ച് പദം എഴുതുന്നതൊക്കെ അത് കൃത്യമായ റീസൺ ഉണ്ട്. കൃതിക്കിപ്പോൾ വാതാപി വാതാപി വാതാപി, ഇപ്പം വാതാപി എന്നുള്ള വാക്ക് എവിടെ പോയി? അത് പോയി. ആ വാതാപി ഗണപതിയും എന്ന് പറയുന്നതിന് ഇതിന് ഇംപ്രവൈസേഷൻസ് പറഞ്ഞ പദത്തിൻ്റെ സ്വഭാവം, നമ്മൾ ഉച്ചരിക്കുന്ന സ്വഭാവമൊക്കെ പോയി. അത് കേവലം അതിൻ്റെ ഇംപ്രവൈസേഷൻസിലേക്ക് അത് കയറി. അത് എൻ്റെ പേഴ്സണൽ ഇതാട്ടോ, അത് ജനറിക്കായിട്ടൊന്നും എടുക്കണ്ട. അത് ആണ് കീർത്തനത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ആകാശമായ അല്ലേ, ഏത് പാട്ടും ആയിക്കോട്ടെ, ഇന്നലെ നീയൊരു, അത് വേറെ രീതിയിൽ പാടിക്കോളൂ, ബട്ട് കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കും. ഇപ്പം ഇന്നലെ നീയൊരു സുന്ദര രാഗമായെന്നുള്ളത് ഈ ബേഗഡയിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുന്ന നിയമമൊന്നുമില്ല. അനദർ മ്യൂസീഷ്യൻ ക്യാൻ ഡു അനദർ ട്യൂൺ, ബട്ട് ഇറ്റ് ഷുഡ് ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. അയാളുടെ സമീപനമായിരിക്കണം. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി എൻ പൊന്നോടക്കുള്ളിൽ വന്ന് ഒളിച്ചിരുന്നു എന്ന് അയാൾക്ക് എങ്ങനെ പാടാൻ പറ്റുന്നു അയാൾ പാടുക. അല്ലാതെ ഇതിൽ കിടന്നിട്ട് ഇത് ചെയ്യരുത്. അതാണ് അത് ഒരു നിലപാട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഒരു മ്യൂസീഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു ട്യൂൺ. സോ അതിൽ കയറി അത് ബേഗഡ രാഗത്തിലാണെന്ന് പറഞ്ഞിട്ട് ബേഗഡയിലുള്ള സകല സംഗതികളും അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം. അത് വരരുത്. പൊന്നോട് പൊന്നോട് വരാ, അത് ദക്ഷിണാമൂർത്തിയുടെ ഓടക്കുഴലല്ല, വേറെ അങ്ങനെ പറയാം. കണക്ട് ചെയ്തൊരു കാര്യം, ടി എൻ കൃഷ്ണ വന്നു കഴിഞ്ഞപ്പോൾ ചെന്നൈ സംഗീത സഭയിൽ പ്യൂരിറ്റൻ അല്ലാണ്ടായി. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞ ഇതൊക്കെ പൊളിക്കണമെന്നാണ് പറയുന്നത്. ഇത് ഈ പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ആൾക്കാർക്ക്. പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ബ്രെയിനിൻ്റെയോ മനസ്സിൻ്റെയോ ഒരു ചെറിയ ട്വിസ്റ്റ് മതി ഇത് പൊളിക്കാൻ. അത് ആൾക്കാർ സ്റ്റബേൺ ആയതുകൊണ്ടേ പൊളിക്കാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് എന്തും നഷ്ടപ്പെടുന്ന പോലെയാണ് സംഭവിക്കുന്നത്. ഇത് ഇവിടെ മാത്രമുള്ളേ. അതൊക്കെയാണ് പ്രശ്നം. ഈ കാസ്റ്റ് ഇതിൻ്റെയും ഈ ഹൈറാർക്കിയുടെയും ഇതൊക്കെ അവർക്ക് എന്തോ നഷ്ടപ്പെടുന്ന പോലെ ഇത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ റൈറ്റ് പോലെയാണ് അതൊക്കെ പൊളിക്കുക എന്നുള്ളതാണ്. എളുപ്പമല്ല, അത് അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇത്തരം സിസ്റ്റം. അതൊക്കെ പൊളിക്കപ്പെടണം. ഒരു രാത്രി കൊണ്ട് പൊളിക്കണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ പൊളിക്കണം. ആൾക്കാർക്ക്, പുതിയ കുട്ടികളൊക്കെ അങ്ങനെ ചിന്തിക്കണം. പക്ഷേ ഇപ്പോൾ കുറേ പേരൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും വീണ്ടും ഇതിങ്ങനെയല്ലേ, സിസ്റ്റം ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നിൽക്കുകയാണ്. അതല്ലേ ശരി. അല്ലാത്തവരെന്തിനാണിത് എന്നൊക്കെ പറയുന്നൊരു ഇതുണ്ട്. ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് സമഗ്രമായിട്ട് വളരേണ്ട ഒരു കാര്യമാണെന്ന് അവർ തിരിച്ചറിയണില്ല. ഒരു കൂട്ടർ ഇങ്ങനെ ചെയ്തോട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തിലും ചെയ്തോട്ടെ.
ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നൊരു പരിപാടിയാണ് നടക്കുന്നത്. അത് ഒരുമിച്ച് മാറണമല്ലോ, സിസ്റ്റം മാറണം. അത് മാറിയതാണെന്ന് പോലും ചിന്തിക്കപ്പെടാത്ത രീതിയിൽ മാറ്റങ്ങളോട് സംഭവിച്ചിട്ടുള്ളതല്ലേ. അത് നമ്മൾ മാറിയതാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ മാറപ്പെട്ട ആൾക്കാരല്ലേ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ മാറണം, പൊളിക്കണം എന്ന് ഞാൻ പറയുന്നു. എനിക്ക് പേഴ്സണൽ അഭിപ്രായം നല്ല ഹെൽപ്ഫുള്ളാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ അതിന് ഒരു അളവുകോലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സിംഗേഴ്സ് പറഞ്ഞാൽ ലൈറ്റ് സിംഗേഴ്സ് അല്ലേ ഉദ്ദേശിച്ചത്, പ്ലേ ബാക്ക് സിംഗിങ് അല്ലേ. അതിൽ ഒരു അളവുകോലുണ്ട്, അതെങ്ങനെ അത് നിയന്ത്രിക്കണം എന്നുള്ള ഒരു ഇതാണ് കാണേണ്ടത്. കാരണം കർണാട്ടിക്കിൽ തീവ്രമായി ട്രെയിൻ ചെയ്യപ്പെട്ട ഒരാൾ ചിലപ്പോൾ ലൈറ്റ് മ്യൂസിക് പാടുമ്പോഴേക്കും അതിനൊരു വേറൊരു ഗരിമയാണ് ഉണ്ടാകുന്നത്. ലൈറ്റ് ആവാറില്ല പലപ്പോഴും. ചിലപ്പോൾ അത് അതിൻ്റെ ഒരു ഈ അഴുത്തം എന്ന് നമ്മൾ ട്രഡീഷണലി പറയും, ആ വാക്കാണ് പറയാറ്. ആ ഒരു കർണാട്ടിക്കിസം എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അത് ലൈറ്റിൽ വന്നാൽ അത് പറ്റില്ല. കാരണം അത് പദമായി തന്നെ പറയണം. പദം എന്നുള്ള പദമോ എന്ന് പറയാൻ പാടില്ല, പദം എന്ന് തന്നെ പറയണം അല്ലേ. അത് ആ വ്യത്യാസങ്ങൾ മറ്റേതിൽ പാടി ശീലിക്കുമ്പോൾ അത് കൊണ്ടുവരും. യേശുദാസ് അദ്ദേഹം മാത്രമാണ് അങ്ങനെ. നമുക്ക് കർണാട്ടിക്കിൽ ഡീപ്ലി ട്രെയിൻഡാണ് അദ്ദേഹം, പക്ഷെ കർണാട്ടിക് പാടുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ ഈ അഴുത്തം വരുന്നില്ല എന്നൊരു പരിപാടി പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം ലൈറ്റ് മ്യൂസിക് സാധ്യമായിട്ട് പാടുന്നു. കർണാട്ടിക്കിലും ഈ അറ്റംപ്റ്റ്സ് അല്ലേ, സംഗീത സഭകളിൽ വരെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ ഈ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഏക വ്യക്തി അദ്ദേഹമായിരിക്കും. നേരത്തെ പറഞ്ഞ ഈ പോപ്പുലറൈസ് ചെയ്യുന്ന, ഈ കർണാട്ടിക് മ്യൂസിക് പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെ കുറച്ച് കാണാൻ പറ്റില്ല. സാധാരണക്കാരൻ കർണാട്ടിക് വേദികൾ നിറഞ്ഞ് കാണുന്ന, അവിടെ ആ ഒരു പ്രൗഢി കൊണ്ടുവരുന്ന ഒരവസ്ഥ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുമാത്രം അതിനകത്തേക്ക് നീതി അദ്ദേഹം പുലർത്തിയോ ഇല്ല, അത് വേറെ കാര്യം. ജെറി അമൽദേവിനോട് സംസാരിച്ചിരുന്നു നമ്മൾ. അദ്ദേഹം പറഞ്ഞത് ഈ ക്ലാസിക്കലി ട്രെയിൻഡ് ആണ് സിംഗേഴ്സ് എങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന് അത് ഒരുപാട് എളുപ്പമാണ്. അത് സ്വരജ്ഞാനം ആണ്, സ്വരജ്ഞാനം. ഇപ്പം ഏത് വഴിയിലൂടെയാണ് ഈ ട്യൂൺ കൊടുക്കുന്നത്, ഇത് ട്യൂണായിട്ടേ ആൾക്കാർ കേൾക്കുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ വഴി നമ്മൾ മറ്റേ ചില പൂമ്പാറ്റയിലൊക്കെ പണ്ടിങ്ങനെ ഡോട്ട് ഡോട്ട് ഇത് 1 2 3 4 കൊടുത്തിട്ട് അത് യോജിപ്പിക്കുമല്ലോ. അത് പിന്നെ വരയ്ക്കുമ്പോഴൊരു മൂക്കായി മാറുന്നത്. 1 ഇവിടെയാണ്, 2 ഇവിടെ ഇരിക്കും. 2 തപ്പി നമ്മൾ അലയും. പക്ഷെ വരച്ചു വരുമ്പോൾ അതൊരു സ്മൂത്തായിട്ടുള്ളൊരു രൂപമായി മാറും. അത് തന്നെയാണ് പാട്ട്. ഈ സ്വരങ്ങളാണ് ഈ ഡോട്ടുകൾ. അത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ അതിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്വരം, ഈ ഡോട്ടുകൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റിയാൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ട്യൂണുകളായിരിക്കും ഈ സിംഗേഴ്സ് പാടുന്നത് പലപ്പോഴും. നമ്മൾ പുതിയൊരു ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പഴയ ട്യൂണിൽ നിന്ന് ചിലപ്പോൾ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, പഴയ പാട്ടുകളുടെ ട്യൂണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവർ സീസൺഡായിരിക്കും പഴയ ഫ്രേസുകളുമായിട്ട്. അത് പുറത്ത് ചാടും. എന്തോരം പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇവർ ഓൾറെഡി ഫിക്സ്ഡാണ് അതിൽ. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ ആ നോട്ടുകൾ. ഇത് ഇങ്ങനെ നമ്മൾ വരച്ചൊക്കെ കാണിച്ചു, പടമൊക്കെ വരച്ച് കാണിച്ചു തരും. പക്ഷെ ചിലരത് കിട്ടിയാൽ അവർക്കറിയാം തെറ്റാണ് പാടുന്നത് അറിയാം, പക്ഷെ അവർക്ക് തിരുത്താൻ പറ്റില്ല. അതങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കും. സ്വരം അറിയാമെങ്കിൽ അവർ ആ സ്വരം ഐഡൻറ്റിഫൈ ചെയ്താൽ എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള എന്താ, അത് കർണാട്ടിക് തന്നെ പഠിക്കണമെന്നില്ല. ഏത് ക്ലാസിക്കൽ, വെസ്റ്റേൺ ക്ലാസിക്കലായാലും മതി. ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പഠിച്ചാൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവും. കാരണം ഇതൊക്കെ സിലബസ് ആണല്ലോ, ഓരോ സിലബസാണ്. ഇതൊന്നും ഈ സോ കോൾഡ് ക്ലാസിക്കൽ സംഗീതം പഠിക്കണമെന്ന് നിർബന്ധമില്ല. ക്ലാസിക്കൽ അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ ഫ്രീക്വൻസി ഐഡൻറ്റിഫൈ ചെയ്താലും മതി. ത ത എന്നുള്ള ഫ്രീക്വൻസി, ത ത ത ത ത ത ത ഇങ്ങനെ ഫ്രീക്വൻസി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ത ത ത ത ത ത അങ്ങനെ ആ ഇൻറ്റേർണൽ ലിസണിങ് നമ്മൾ പഠിച്ചാൽ മതി. കർണാട്ടിക്കോ ഹിന്ദുവെന്നോ ആവണമെന്ന് നിർബന്ധമില്ല. യെസ്, അതാണ് വാക്ക്. ഇൻ്റലിജൻസ് ആണ്. ഫ്രീക്വൻസിയെ കുറിച്ചുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ അങ്ങനത്തെ ഒരു സാങ്കേതിക ഫ്രീക്വൻസി അല്ല. നമ്മളതിൻ്റെ എസ്തെറ്റിക്കലായിട്ട് ആ നിലനിൽപ്പില്ലേ സ്വരത്തിൻ്റെ, അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻ്റലിജൻസ് നമുക്ക് കിട്ടിയാൽ അങ്ങനെ എത്രയോ പേര് ചെയ്തിട്ടുണ്ട്. എത്രയോ പേര് അങ്ങനെ പഠിക്കാതെ ബ്രില്യൻ്റായിട്ട് പാടുന്നവരുണ്ട്.
ഇപ്പൊ ഈ TV ചാനൽസിൽ മ്യൂസിക്കൽ കോമ്പറ്റീഷൻസ്, അതിൽ പല പാട്ടുകാരും ഭയങ്കര ഹ്യൂജ് പോപ്പുലാരിറ്റിയാണ്. അത് പബ്ലിക് അതിനെ കുറിച്ച്, ആ പാട്ടുകളെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യുകയും അതിനെങ്ങനെയാണ് ഒരു ഷോ ബിസിനസ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രതിഭകൾ വിരലിലെണ്ണാവുന്നവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അജീമിനെ പോലുള്ളവരൊക്കെ അങ്ങനെ വന്നിട്ടുള്ളവരാണല്ലോ, രൂപ, അങ്ങനെയുള്ള വളരെ കുറച്ച്. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ പഴയ പാട്ടുകളാണല്ലോ പാടുന്നത് എല്ലാവരും. ഇപ്പോൾ അതിൻ്റെ ഞാൻ പലപ്പോഴും ഈ ഇത്തരം വേദികളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പുതിയ പാട്ടുകൾ മോശമാണെന്ന് പറയാൻ കാര്യം ഈ കുഞ്ഞു കുട്ടികൾ പോലും പാടുന്നത് പഴയ പാട്ടുകളാണ്. അതല്ല, പക്ഷേ ഇത് കാണുന്നവർ 60 വയസ്സുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ്, വേറെ ഒന്നും അതിനകത്ത് ഉത്തരവില്ല. ഇത് കാണുന്നത് നമ്മളുടെ മക്കളോ ഒന്നും ഇത് കാണുന്നില്ല. ഇതൊന്നും ഇവർ കാണുന്നില്ല. കാണുന്നതൊക്കെ ഈ 60 വയസ്സിനും 50 വയസ്സിനും മേലെയുള്ള പാവം കൊച്ച് എന്നൊക്കെ പറയുന്ന ആളുകൾ. ഇന്നലെ അവർ മറ്റേ താമസഗന്ധയെ പാടി, എന്തൊരു രസമാന്നൊക്കെ പറയുന്ന ആൾക്കാർ. നല്ല കാര്യമാണ്, ഓക്കെ, ബട്ട് അതിൽ നിന്ന് കൺസ്ട്രക്റ്റീവായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. അത് ഈ കുട്ടികളെ പെറ്റ്സായിട്ട് വരിക, ഫേവറേറ്റ്സായിട്ട് ഉണ്ടാക്കുക, അവരുടെ കഥകൾ പറയുക. കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു. ഏത് സിനിമയിലാണ് പാട്ടെന്നുണ്ട്, ഓന്തൻ്റെ മകൻ എന്നൊരു കുട്ടി പറയാം. അത് എനിക്ക് തോന്നിയത് ക്രിയേറ്റഡ് ആണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നും അത് പോകുന്നത് ഈ ഉദയനൻ്റെ മകൻ എന്ന് പഠിക്കാൻ പറ്റാത്തൊരു കുട്ടിയാണോ അത്? അതൊക്കെ വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ എന്നാണ് ഞാൻ പറയുന്നത്. അതെ, അങ്ങനെയൊന്നും അത് അവരെ ഫേവറേറ്റ്സ് ആക്കുക എന്ന് പറയുന്ന ഒരു ജോലി ഇവർക്ക് സംഭവിക്കും. ഞാനും ഇരുന്നിട്ടുണ്ട്, ജഡ്ജൊക്കെ ഇട്ടിരുന്നുണ്ട്. അതിൻ്റെ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ഷോ ബിസിനസ്സാണ്, അതിൽ പരസ്യങ്ങൾ കിട്ടുന്നു, ജഡ്ജസിന് റെമ്യൂണറേഷൻ കിട്ടുന്നു, കുട്ടികൾക്ക് ആ സമയത്തുള്ള പോപ്പുലാരിറ്റി കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് നല്ല പ്രതിഭകൾ അതിലൂടെ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. അത് ഉണ്ടാവട്ടെ, അതിന് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് സത്യം. അല്ല, അങ്ങനെ നല്ല കുട്ടികളാണ് ഇവർ പക്ഷെ ഇവരുടെ വെച്ചാൽ മനുഷ്യരല്ലേ ഇവർ. ഈ ഒരു ചെറിയൊരു ഠാവട്ടത്ത് നിന്ന് പുറത്ത് വരാൻ അവരുടെ ഈ പോപ്പുലാരിറ്റി അവർ സമ്മതിക്കില്ല പലപ്പോഴും. വലിയൊരു ലോകം, അതിൽ ഈ എന്താ പറയുക, അതിലുണ്ടാകുന്ന ഒരുപാട് തരം ലെയേഴ്സ് ഓഫ് മനുഷ്യർ, ഇവരെ ഒന്നും ഇമോഷൻസ് ഇതൊക്കെ കാണാൻ അവർ പിന്നെ കുറേ സമയമെടുക്കും. പിന്നെ ഇതിന് പുറത്തിറങ്ങിയൊരു 3 കൊല്ലത്തേക്ക് ഒരു ഭയങ്കര ഗ്ലാമർ ഷോസിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആളുകളെ പരിചയപ്പെടാൻ സമയമെടുക്കും, പുറം ലോകവുമായിട്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എത്ര കുട്ടികളാണ് പിന്നീട് നമ്മൾ കാണുന്നത്, എത്രയോ പ്രതിഭകളായിട്ടുള്ള കുട്ടികൾ പ്രതിഭയില്ലാണ്ടായിരിക്കില്ല, അവർക്ക് ചിലപ്പോൾ ഇത് ലാക്ക് ചെയ്യുന്നുണ്ട്. പല മ്യൂസിക് ഡയറക്ടേഴ്സ് ചില കോപ്പി അടിച്ചിട്ട് തന്നെ അതിനൊരു ഇൻസ്പിറേഷൻ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ എല്ലാ പാട്ടും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കോപ്പി അടിച്ച പാട്ടുകളാണ് എന്നുള്ളത്, ഒരേ രാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതും അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഇൻസ്പിറേഷനും കോപ്പിയടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇൻസ്പിറേഷൻ ചിലപ്പോൾ പേഴ്സണലി മ്യൂസിക് കമ്പോസർ തന്നെ ഇൻസ്പയർഡ് വെച്ചു, ഇത് കൊള്ളാലോ എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് കൊതിച്ചിട്ട് ചെയ്യുന്ന, അതിൻ്റെ കോഡ്സ് ഇപ്പോൾ അതിൻ്റെ ട്യൂൺ അത് തന്നെ ആയിരിക്കില്ല, ബട്ട് അത് ഏത് വഴിയിലൂടെയാണോ ആ പാട്ട് പോയത് ആ വഴിയിലൂടെ തന്നെ നടന്നേക്കാമെന്ന് വിചാരിക്കുന്ന ഉണ്ട്. അപ്പം നമുക്ക് മ്യൂസീഷ്യൻസിന് മനസ്സിലാവും, ഇത് ആ വഴി തന്നെയാണെന്ന് മനസ്സിലാവും. അതിനെ പലപ്പോഴും കോപ്പിയടിയെന്ന് പറയാറില്ല പലപ്പോഴും, കാരണം അതിനകത്തൊരു സ്കില്ലുണ്ട്. കോപ്പിയടി എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുക, ആ ട്യൂണിന് വേറെ വരി എഴുതുമ്പോൾ മാറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളിലാണ് കോപ്പിയടി. അതാണ് ഇൻസ്പയർഡ് എന്ന് പറയാം. ഞാൻ പറയുകയാണെങ്കിൽ ഇൻസ്പയർഡ് എന്നേ പറയുള്ളൂ, കോപ്പിയടി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ചെയ്തത്, ഉറപ്പായിട്ടും. അത് സംശയമൊന്നുമില്ല. ഇപ്പൊ ഈ ക്ലാസിക്കൽ സോങ്സ് പഴയ കാലത്ത് മുഹമ്മദ് റാഫിയുടെ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ട് അത് നമ്മുടെ മനസ്സിലിരുന്നിട്ട് നമ്മുടെ ഒരു വർക്കിനെ അത് നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ അത് സ്വാധീനിക്കാറുണ്ട്. അതിൻ്റെ ട്യൂൺ സ്വാധീനിക്കാതിരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ
അത് അതിൻ്റെ നമ്മൾ അതിനെ ഇത് ചെയ്യാണല്ലോ, ആരാധിക്കുകയാണല്ലോ. നേന ബെർസെ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ അത് എന്താണ് അതിൻ്റെ ട്യൂൺ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ അതിന് വാക്കില്ല, ശ്രദ്ധിച്ചല്ലോ, ആ ട്യൂണിന് വാക്കില്ല, ജസ്റ്റ് ട്യൂൺ അല്ലേ. അപ്പോൾ അതിന് വരി മറന്നുപോയി. അത്തരം ഇതിന് ഒരു ട്യൂണിൻ്റെ എക്സ്റ്റൻഷൻ കൂടി ഉണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലോ. നമ്മളവിടെ തീർക്കും, വാക്ക് തീർന്ന ട്യൂണും തീർന്നു. പക്ഷേ വാക്ക് തീർന്നു. അപ്പം എനിക്ക് എന്തോ കൂടി കുറച്ച് കാര്യം കൂടി പറയാണ്ടെന്നല്ലേ അവിടെ പറയുന്നത്. ഐ ഹാവ് ടു സേ സംതിങ് മോർ, ജസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പം അത്തരം ആശയങ്ങൾ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റും. ട്യൂണിനേക്കാൾ കൂടുതൽ ഈ പദത്തേക്കാൾ കൂടുതൽ പദം പറയാൻ ബാക്കി വെച്ചത് സംഗീതത്തിന് പറയാനുണ്ട് എന്നൊക്കെ ഉള്ള ആശയമുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇഷ്ടമാണ് എനിക്ക്. ഇതുപോലെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും? അതൊക്കെ കുറേ പാട്ടുകൾ, അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അത് സിമ്പിൾ സോങ്സ് ആയിരിക്കാം. ഇപ്പോൾ തൂജഹ എന്നുള്ള ഹിന്ദി പാട്ട്, ഇപ്പോൾ ഇത് നൈന ബെർസെ എന്നുള്ള മദൻ മോഹൻ്റെ ഒരു പിടി പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇതാണ്. അതുപോലെ MS വിശ്വനാഥൻ അദ്ദേഹം ചെയ്ത ചില, ഞാൻ നേരത്തെ മറ്റേലേക്ക് പോവാണ്, പക്ഷേ പറയാൻ എളുപ്പം കൊണ്ടാണ് മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ പേര് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ശ്യാമമേഘമേ എന്നുള്ള പാട്ട്, അങ്ങനെ നിറങ്ങളെ എന്നുള്ള പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ അത് ഹാപ്പൻ ചെയ്ത മൊമെൻ്റ് ഭയങ്കര രസമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ടത്, പാടപ്പെട്ടത്, അത് ആലോചിക്കപ്പെട്ട അന്തരീക്ഷം, അതൊക്കെ മേഘം പൂത്തു തുടങ്ങി എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു എന്തിൻ്റെയോ ആഘോഷമാണ് അത് ഉള്ളിൽ. അത് ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള പാട്ടല്ല അത്, ബട്ട് അങ്ങനെ ഒക്കെ തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ആശയമാണ്. മേ ബി അതിൻ്റെ സോങ്ങോ അതിൻ്റെ ക്രാഫ്റ്റൊന്നും ചിലപ്പോൾ ഭയങ്കര വലുതൊന്നും ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് അതിൻ്റെ ആലോചന നമ്മളെ അത്ഭുതപ്പെടുത്തും. ചില വരികൾ. വേണ്ടി ഒരു ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര പോപ്പുലർ ആവുകയും ചെയ്തു. യങ്സ്റ്റേഴ്സ് ഒരുപാട് കേൾക്കുകയും അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു? അത് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ അറബിക്കഥ ചെയ്യുന്ന സമയത്ത് ലാൽ ജോസാണ് എന്നോട് പറഞ്ഞത് 2 പാട്ട് ചെയ്യണം. അത് VSൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ അരുൺ, അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊരു കുറച്ച് വിപ്ലവ ഗാനങ്ങൾ കാസറ്റ് CD ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2 പാട്ട് നീ ഒന്ന് ചെയ്യണം. വേറെ 2 അർജുന മാഷ് ചെയ്യുന്നുണ്ട്, മോഹൻ സിത്താര അദ്ദേഹം ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട്, നീയും ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല കാര്യം, വിപ്ലവം, പിന്നെ അന്ന് ചോര വീണ മണ്ണിലൊക്കെ ഇറങ്ങുന്ന സമയം, അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിക്കണം എന്ന് ഒരു അങ്ങനെ വയലാർ ശരത്ചന്ദ്രവർമ്മ ശരത്തേട്ടനാണ് 2 പാട്ടുകൾ എഴുതുന്നത്. ഞാൻ അന്ന് പാട്ട് ചെയ്തൊരു CD ഇറങ്ങി. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ VS തന്നെ അത് പ്രകാശനം ചെയ്തതൊക്കെ. അന്ന് അദ്ദേഹം ചീഫ് മിനിസ്റ്ററാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇത് ചെയ്തു. അത് കഴിഞ്ഞു. അത് കുറേ കഴിഞ്ഞ് അത് വിട്ടു. അത് ഞാൻ അതിനകത്ത് 2 പാട്ടുണ്ട്. ഒന്ന് ഈ കയ്യൂര്, പിന്നെ ഒന്ന് വേറൊന്നും ആലപ്പുഴയുടെ എന്നുകൊണ്ട് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ലാൽ ജോസിന് മറ്റേ പാട്ടാണ് ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടപ്പെട്ടത്. എന്തുകൊണ്ടോ ഈ വരി കൊണ്ടും അതിൻ്റെ റൈമിങ് കൊണ്ടും ഒക്കെ എനിക്കെന്തോ ഈ പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ വിഷ്വലി ചെയ്യണമെന്നൊക്കെ അന്ന് ആലോചിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല, അത് വിട്ടു, അത് പോയി. അതിന് വർഷങ്ങൾ, അന്ന് 2007 സംഭവിക്കുന്നത്. അതിന് വർഷങ്ങൾക്ക് ശേഷം മേ ബി 2011, 12, 13 ആ കാലഘട്ടത്തിൽ എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു മ്യൂസീഷ്യൻ ബിബിൻ വന്നിട്ട് എന്നോട് ചോദിക്കും, ചേട്ടാ ഈ ഒരു പാട്ടുണ്ട് കയ്യൂര് ഉള്ളൊരു, അത് ചേട്ടനാണോ പാടിയതെന്ന് ചോദിച്ചു. ഞാനാണോ പാടിയത്? അപ്പോൾ അത് ഞാൻ തന്നെ മറന്നു കിടക്കണം, അതിൻ്റെ ആ ട്രാക്ക് പോലും ഇല്ല, നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പുള്ളി വടകരയാണ്. അപ്പോൾ അവിടെ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ പാർട്ടി സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഭയങ്കര ഹിറ്റാണ്. ഒരു ചോരത്തിൽ ഗാനമേളയ്ക്കൊക്കെ ആൾക്കാരൊന്നും ഈ പാട്ട് പാടിക്കാതെ വിടില്ല.
എന്നൊക്കെ. ചോര വീണ മണ്ണിലായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഈ പാട്ടാണ് ഇപ്പോഴത്തെ അവിടുത്തെ കയ്യൂര് പാടണമെന്നാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരു അഡ്രസ്സും ഇല്ല. പാട്ടുണ്ട്, ആരാ എഴുതിയത്, മ്യൂസിക് ആരാണ് പാടിയത്, ഒന്നുമില്ല, ആരോ അപ്ലോഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാനത് അങ്ങനെ ഒരു പാട്ട് അങ്ങനെ വിലാസമില്ലാതെ പോരുതല്ലോ. ഞാനത് എനിക്കിഷ്ടപ്പെട്ട പാട്ട് വേണം. അപ്പോൾ ഞാനത് അങ്ങ് ചെയ്യുമായിരുന്നു. അപ്പോൾ VSൻ്റെ മകനാണല്ലോ അത് ചെയ്തത്. അപ്പോൾ VSനെ കുറിച്ചുള്ള പാട്ടല്ല ശരിക്കും, അത് എല്ലാം അറിയാൻ പറ്റുക. എല്ലാ സ്ഥലത്തുമുള്ള വിപ്ലവകാരികളെ അഡ്രസ്സ് ചെയ്യുന്നൊരു പാട്ടാണ്. AKG ഉണ്ട്, കയ്യൂരുണ്ട്, കണ്ണൂരുണ്ട്, വയലാറുണ്ട്, അങ്ങനെ ഒരുപാട്, കരിവള്ളൂരുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ആലോചന ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് VS അന്ന് ചീഫ് മിനിസ്റ്ററാണോ, അതിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുവാണോ, അദ്ദേഹം അങ്ങനെ മത്സരിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്താ നമുക്കൊരു പാട്ട്, എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഇഷ്ടമുള്ള ഒരാളുമാണ്, അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തത്. അതെ, ഇപ്പോഴും നല്ല ഇതാണ്. പല സ്ഥലത്തും ചെന്നാലും അത് പാടിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ണൂർ ഒരു പ്രോഗ്രാം മ്യൂസിക് നൈറ്റിന് പോയപ്പോൾ അവിടെ ഇവരത് പാടിച്ചു. 2 വരി പാടിയപ്പോൾ തന്നെ അവർ ഇത് ചെയ്തു. മാത്രമല്ല അത് ഈ വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കേവലം ഒരു പാർട്ടി എന്നൊക്കെ പറയുമെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തത്വശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഇതിനൊരു പ്രത്യേക ഒരു വൈബുണ്ട് ആ ഒരു ആശയത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഇറങ്ങിയതിന് ആ സമയത്ത് ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്തവണ ഇടതിന് വോട്ട് ചെയ്താലോ എന്ന് ആലോചിക്കും. ഈ പാട്ട് എങ്ങനെ പറയുന്നൊരു ആളെ ഒന്ന് പരിചയപ്പെട്ടു, ഒരു പ്രമുഖ കണ്ണൂരുള്ളൊരു കമ്മ്യൂണിസ്റ്റിന് കണ്ണീരെന്നൊരു വിധിയില്ല, AKGക്കിടമുള്ളൊരു നെഞ്ചകം ഏറാൻ മൂളിയ കഥയില്ല, ചെങ്കൊടി കയ്യിലെടുത്തവനൊന്നും ചങ്കിന് മഴയൊരുമില്ല, തീയിൽ നിന്ന് കുരുത്തവനല്ലേ വെയിലേറ്റെന്നാൽ വാടില്ല, കയ്യൂരുള്ളൊരു സമരസഖാവിന് വിയൂരെന്നൊരു ഭയമില്ല, വയലാറുള്ളൊരു വിപ്ലവമൊട്ടിനെ വയ്യാവേലികളരിയില്ല. കൃത്യമായിട്ടൊരു രാഷ്ട്രീയവും ഒരു സാമൂഹിക കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരു ഡയറക്ടറായിട്ട് തോന്നാറുണ്ട് ഒരുപാട്. അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയത്തെയൊക്കെ ഒരു സാമൂഹിക കാഴ്ചപ്പാട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയം അതിന് കൃത്യമായൊരു ഐഡിയൽ പൊളിറ്റിക്സോ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇന്ത്യയിൽ. അത് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന, പക്ഷെ അപ്പോഴും അവിടെയും പ്രശ്നങ്ങൾ ഇല്ലാതില്ല. മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യമാണുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യത്വത്തിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ സാർവലൗകികത എന്ന് പറയുന്നത്, അത് ഒക്കെ നമുക്ക് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തമ്മിൽ ഭേദമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് മനുഷ്യനെ അവരുടെ വിലാസം കൊണ്ടോ തല കൊണ്ടോ വാലുകൊണ്ടോ കാണാൻ ശീലിക്കാത്ത, അല്ലെങ്കിൽ കാണരുതെന്ന് പറയുന്ന എന്താശയമുണ്ടോ അത് പ്രത്യക്ഷത്തിൽ അത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭേദം അതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിലും ഭേദമുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനായിരിക്കും ചെയ്യാൻ പറ്റും. വിജുപാലിന് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആരാണ്? അങ്ങനെ മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ സെലക്ഷൻ പാട്ടുകൾ ആണ് കേൾക്കുക. പാട്ടുകൾ ആര് ചെയ്തു എന്നാണ് അന്വേഷിക്കുക. അല്ലാതെ ഇയാൾ ചെയ്ത പാട്ട് ഏത് എന്ന് അന്വേഷിക്കാറില്ല പൊതുവെ.
പ്രത്യേകിച്ച് കുറേ നാളായിട്ടെങ്കിലും. കാരണം ഒരാളെ തന്നെ ഫോളോ ചെയ്താൽ അവർ ചെയ്യുന്ന എല്ലാം നമ്മൾ ഇഷ്ടപ്പെടേണ്ടി വരും. അതിലും പാട്ടുകൾ ഇഷ്ടപ്പെട്ടാൽ മതി. ആ പാട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉണ്ടായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ വരികൾ, അതിൻ്റെ ഇൻ്റലിജൻസ്, ആ ചെയ്തതിൻ്റെ ആർട്ടിക്കുലേഷൻ, എങ്ങനെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്ന ആലോചന, അതിൽ നിന്ന് ആ പ്രതിഭയിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു ഇതാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ എന്നുള്ള പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒരുപാട് ഇഷ്ടമുള്ള, റിപ്പിറ്റേറ്റീവായിട്ട് കേൾക്കുന്നൊരു പാട്ടാണ്. സലിൽ ചൗധരിയാണ് ചെയ്തത്, ONV ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സലിൽ ചൗധരി എന്നാൽ പിന്നെ സലിൽ ചൗധരിയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിക്കില്ല. അത് അദ്ദേഹം അല്ലാത്ത ചന്ദ്രബിംബം നെഞ്ചിലെ ഏറ്റും പുള്ളിമാനെ എന്നുള്ള പാട്ടോ, അല്ലെങ്കിൽ അത് ആ പാട്ട് എന്താണ് നമുക്ക് തരുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, P. ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ട്. അത് ഞാൻ പണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത പാട്ടാണ്. പക്ഷെ ഞാൻ പിന്നീട് അതിൻ്റെ കവിതയിലേക്ക് പോയപ്പോഴും മറ്റേ കാനനശലഭത്തിൽ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ എന്നുള്ള വരിയൊക്കെ അത്ഭുതകരമായിട്ടുള്ളൊരു പാട്ടായിട്ട്. പിന്നെ അത് ആലോചിച്ച് വന്നപ്പോഴേക്കും ആരും കണ്ടെത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല, ശരിയാണോ എന്നറിയില്ല. ബട്ട് ഞാൻ ഈ ടാഗോറിൻ്റെ ഗീതാഞ്ജലി വരെയും ആ പാട്ട് എത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഗീതാഞ്ജലിയുടെ കോൺസെപ്റ്റാണ് ശരിക്കും ഈ ഒരു 4 മിനിറ്റ് പാട്ടിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കേട്ടാൽ അറിയാൻ പറ്റും ഈ ഇദ്ദേഹം അർപ്പിച്ചിട്ടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണല്ലോ ഗീതാഞ്ജലി. അതേപോലെയാണ് ഈ പാട്ട്. താതാ നിൻ സംഗീത മധുപകരു എന്ന് പറയുന്ന കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. ഇത് ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള എന്തോ ഒരു എനർജിയാണ് ഇതെല്ലാം തിരുവെന്ന്. അത് തന്നെയാണ്. അദ്ദേഹം ഗീതാഞ്ജലി തർജ്ജമ ചെയ്തിട്ടുള്ള ആളുമാണ് P. ഭാസ്കരൻ മാഷ്. അങ്ങനെ ആലോചിച്ചു ഞാൻ. അപ്പോൾ അങ്ങനെ ഇത് റിപ്പീറ്റേറ്റീവായിട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ മ്യൂസിക്കിലേക്ക് പോയി, എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് അന്വേഷിച്ചു. അത് പിന്നെ ആ കോൺസെപ്ച്വലി ആ പാട്ടിനെ ഇഷ്ടപ്പെടേണ്ട അവസ്ഥ വരെയാണ് ചെയ്തത്. എൻ്റെ ആസ്വാദകൻ പ്രത്യക്ഷത്തിൽ ഒരു പ്രാവശ്യം കേട്ടാൽ ഇഷ്ടപ്പെട്ടേക്കാവുന്ന പാട്ടായിരിക്കില്ല അത്. ബട്ട് അത് പിന്നെ അത് വല്ലാതെ ഉള്ളിൽ വളർന്നു. അപ്പോൾ അങ്ങനെ ചില ഘടകങ്ങൾ നമ്മളെ വല്ലാതെ അതിൽപ്പെടുത്തും. അപ്പോൾ മ്യൂസിക് കമ്പോസേഴ്സ് ചെയ്യുന്ന പാട്ടുകൾ എന്നുള്ളതിന് അപ്പുറത്ത് പാട്ടുകൾ ചെയ്യുന്ന കമ്പോസേഴ്സ് എന്നാണ് അന്വേഷിക്കാറുള്ളത്. എന്നാലും ചില മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ സലിൽ ചൗധരി ആണെങ്കിലും ദേവരാജൻ മാഷാണെങ്കിലും ദക്ഷിണാമൂർത്തി, രാഘവൻ മാഷ്, എല്ലാവരും അങ്ങനെ നമ്മളെ ഇംപ്രിൻ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശരത്തേട്ടൻ എൻ്റെയൊക്കെ പാട്ട് അദ്ദേഹം ചെയ്ത ആ സമയത്ത്, ക്ഷണക്കത്ത്, ആ സമയത്തൊക്കെ ഒരു ഹാർഡ് കോർ ഫാനായിരുന്നു അദ്ദേഹത്തിൻ്റെ. ശ്യാം, KJ ജോയ്, അങ്ങനെ കുറേ മ്യൂസിക് കമ്പോസേഴ്സ് ഉണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള. പിന്നെ പുറത്താണെങ്കിലും MSV മുതൽ ഇളയരാജ അങ്ങനെ വരുന്ന, ഹിന്ദിയിലും എത്രയോ മ്യൂസിക് കമ്പോസർ, മദൻ മോഹൻ, RD. ഇപ്പോൾ അറബിക് കഥയിൽ നിന്ന് പത്തേമാരിയിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും പ്രവാസ ജീവിതം പറയുന്ന സിനിമയാണ്. സ്റ്റോറി ലൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ അപ്പോൾ പക്ഷെ അറബിക് കഥയിൽ തിരികെ ഭയങ്കര ഹിറ്റുമായിട്ടുണ്ട്. ഇപ്പോൾ പത്തേമാരി ഒരു ചലഞ്ചായിരുന്നു, അങ്ങനെ ഒരു പ്രവാസ ജീവിതം പറയുന്നു എന്നുള്ള. അല്ല, ഈ അറബിക് കഥയെക്കുറിച്ച് ആലോചിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ പത്തേമാരി അങ്ങനെ, കാരണം ഈ സലീം അഹമ്മദ് അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് വല്ലാതെ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ അദ്ദേഹം കഥ പറഞ്ഞു തരും. ഈ സിനിമ കഥ പറഞ്ഞു തരുമ്പോൾ ഇത്രയധികം ഞാൻ ഈ മൂഡായിട്ടുള്ള ഒരു കഥ പറച്ചിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞ പത്തേമാരിയല്ല, ടു ബി ഫ്രാങ്ക്, അതിന് ശേഷം ഒരു പടം അദ്ദേഹം ചെയ്തു. ഞാൻ മറ്റേ ഓസ്കാർ ആൻഡ് ദി ഓസ്കാർ ഗോസ്റ്റു എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ ഈ കഥ പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒരു സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ഈ കേട്ടോണ്ടിരിക്കും, ഒരു കഥ കേട്ടിട്ട് കരയുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല അങ്ങനൊരു അവസ്ഥ എനിക്ക് ഉണ്ടാവുന്നു. ഞാൻ കരഞ്ഞു, കുറേ നേരം ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പുള്ളി ബ്രേക്ക് എടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ കഥ തുടങ്ങുന്നത്. അങ്ങനെ പറയുന്ന ഒരാളാണ്. പത്തേമാരി പറയുമ്പോൾ തന്നെ അത് ആ സിനിമ എക്സ്ക്ലൂസീവ്ലി നമ്മളതിൽ പെട്ടു. പിന്നെ അറബിക്കഥയിലേക്ക് പോകില്ല നമ്മൾ. അങ്ങനത്തെ ഒരു
കഥ പറച്ചിലാണ്. സോ വി ആർ ലോക്ക്ഡ് ഇൻ ദറ്റ് പത്തേമാരി. പിന്നെ റഫീഖേട്ടനാണ് അന്ന് പനച്ചൂരാനാണ് പാട്ട് എഴുതിയത്. റഫീഖേട്ടൻ എഴുതുമ്പോൾ വേറൊരു പരിപാടിയാണ്. പുള്ളി ഈ പറഞ്ഞ പോലെ തിരികെ ഞാൻ വരുമെന്ന്, അത് വളരെ ഡയറക്റ്റാണ് പെട്ടെന്ന്. പക്ഷേ ഈ അരളി പൂക്കും കാവിലേതോ കുരുതി തീരുമ്പോൾ എന്ന് പുള്ളി പടിയിറങ്ങുന്നു എന്നുള്ളൊരു പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആദ്യമൊന്നും ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. ഏതോ അയലക്കത്തെ കാവിൽ കുരുതി തീരുമ്പോഴാണെന്ന് ഞാൻ ഓർത്തത്. പക്ഷേ അരളി പൂക്കുന്ന കാവെന്ന് പറയുന്ന ആ ഹൊറൈസണാണ്. അവിടെ ഏതോ കുരുതി തീരുമെന്ന് പറയുമ്പോൾ ചോരക്കളമായിരിക്കണം അവിടെ. സെറ്റിംഗ് സണ്ണാണ് ഈ പറയുന്നത്. അത് പിന്നെ ആലോചിച്ചപ്പോഴാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ പുള്ളി എഴുതുന്നത്. ഒരു വീട് വിട്ടു പോകുന്ന ആൾക്ക് ഈ സൺസെറ്റ് കണ്ട പിന്നെ എന്താ തോന്നുക? അതല്ലാതെ അങ്ങനെയാണ് തോന്നുന്നത്. ചിലർ ഭയങ്കര വേറൊരു തരത്തിലാണല്ലോ സൺസെറ്റിനെ കാണുന്നത്. ഇത് അരളി പൂക്കുന്ന കാവിൽ ഒരു കുരുതി തീരുകയാണെന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പാട്ട് എഴുതുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ പെടുന്നത്. പാട്ടും ഈ മ്യൂസിക്കും ഇത്ര ഇമോഷണൽ ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ ജീവിതം അത്ര ഡ്രാമാറ്റിക് ആണ്. ജീവിതത്തിൽ ഡ്രാമകൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ പൊതുവേ അത് വളരെ സട്ടിലായിട്ട് കാണുന്ന ഒരാളാണ്. ഒന്നിലും ഞാൻ ഡ്രാമ കൊണ്ടുവരാറില്ല. അത് എക്സൈറ്റ്മെൻ്റ് ആണെങ്കിലും ഭയങ്കര സന്തോഷിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അത് പ്രഷർ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ബട്ട് അതൊരു ഹാബിറ്റാക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. പ്രത്യേകിച്ച് സന്തോഷങ്ങൾ, ഒരുപാട് സന്തോഷങ്ങളിൽ ഞാൻ വീഴാറില്ല. ഒരുപാട് ഡ്രാമാറ്റിക് പരിപാടികൾ ഇപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ വേണ്ട, അത്രയും വേണ്ടെന്ന് പറയും. ഇച്ചിരി കൂടെയും കുറയ്ക്കാൻ പറയും. കാരണം അങ്ങനെ ഇപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള പോലെ ഇതർ എവറിത്തിങ് ഇസ് വണ്ടർ ഓർ നത്തിങ് ഇസ് വണ്ടർ എന്നാണല്ലോ പുള്ളി പറഞ്ഞത്. എന്നിട്ട് എല്ലാം വണ്ടറാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ചുറ്റുമുള്ള എല്ലാം വണ്ടറാണ്. അതിന് നമ്മൾ ഞെട്ടാനേ നേരം ഉണ്ടാവുള്ളൂ. അല്ലേ പിന്നെ ഒന്നും വണ്ടറല്ലേ. ഇതിൽ ഏത് തീരുമാനിക്കണം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്ഭുതമാണെന്ന് വെച്ചാൽ നമ്മളിരിക്കുന്നതൊക്കെ അടക്കം അത്ഭുതങ്ങൾ അതിൻ്റെ അല്ലേ. അതൊന്നും ആലോചിച്ചാൽ അങ്ങനെ തന്നെയാണ്. ശാസ്ത്രമായാലും വികാരങ്ങളായാലും നമ്മളിരിക്കുന്ന അഭിമുഖങ്ങളൊക്കെ അത്ഭുതം തന്നെയാണ്. എവിടെയോ ജന്മങ്ങൾക്കപ്പുറം എങ്ങോ ഒരു ചെമ്പകപ്പൂവിൻ സുഗന്ധം എന്ന് എഴുതിയ പോലെ ഇങ്ങനെയൊക്കെ കണക്ഷൻസോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അത് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. നല്ലത്. അതുപോലെ തന്നെ ആസ് എ മ്യൂസിക് കമ്പോസർ ബിജുമോന് തോന്നിയിട്ടുണ്ടോ ദാറ്റ് ഒരു റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുള്ളൊരു അതൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്വയം പുച്ഛിച്ചിട്ടുമുണ്ട് ചെയ്യുമ്പോൾ. അല്ലാതെ എടുത്ത് ട്രാഷിലിടാറുണ്ട് ചില പാട്ടുകളൊക്കെ എല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര അഭിമാനപൂർവ്വം. പിന്നെ രണ്ട് പ്രാവശ്യം കേൾക്കുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് എടുത്തങ്ങ് കളയാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. റിപ്പീറ്റേഷൻ ഒരു വല്ലാത്തൊരു ഇതാണ്. പ്രത്യേകിച്ച് സിനിമയിൽ ഇത് പിന്നെ നമ്മളുടെ ഈ പോപ്പുലർ ആകൽ നമ്മളുടെ ബാധ്യതയാകും തോറും ഇതിനകത്ത് ചില ഫ്രേസസ് നമ്മൾ അറിയാതെ കയറി വരും. അപ്പോൾ അത് നമുക്ക് വല്ലാത്ത കുറേ ഇടയ്ക്ക് അരോചകം ആവും. നമ്മൾ ചിലത് റിലീസായി പോയ പാട്ട് എന്തൊരു പ്രത്യേകത കാണിച്ചിട്ടുള്ളതെന്ന് തോന്നും. സ്വതന്ത്ര സംഗീതത്തിൽ ചിലപ്പോൾ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള രീതിയിൽ വൈൽഡായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സിനിമാ സംഗീതത്തിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരം നമുക്ക് തരണം. സംവിധായകൻ നമുക്ക് ടു എനി എക്സ്റ്റെൻറ്റ് ചെയ്തോളൂ, എന്താലോചനയും ഒക്കെ ഇട്ട് നോക്കാം എന്ന് പറയുന്നിടത്ത് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ റെഫറൻസ് തരുമ്പോൾ നല്ല കാര്യമാണെങ്കിലും നമ്മൾ എവിടെയോ ഒരു വേലി നമ്മളെ എവിടെയോ തീർത്തിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവും. അതൊരു അത് ഈ റെക്കറിങ് തീംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്, അതായത് ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ തന്നെ 2 പാട്ടുകൾ പ്രേമിക്കുമ്പോഴും കാണമുള്ളതിലാണെങ്കിലും രണ്ടും പ്രണയത്തിനെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന 2 സോങ്സ് ആണ്. അതുപോലെ റെക്കറിങ് തീംസ് ഒരുപാട് വരുന്നുണ്ടാവും. ഇത് ഒരേ സിനിമയിൽ തന്നെ 2 എണ്ണമാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? പലതിലും ഒന്നിലധികം ലവ് സോങ്സ് ഉള്ള പാട്ടുകളൊന്നും പടങ്ങൾ അധികം ഒരുപാട് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ അതുകൊണ്ട് തന്നെ ബോധപൂർവം ഒരു പാട്ട് സന്തോഷ് വർമ്മയെ കൊണ്ട് ജയിച്ചത്. പ്രേമിക്കുമ്പോൾ റഫീഖേട്ടനും
ഇപ്പോൾ കാണാമുള്ളാൽ സന്തോഷ് വർമ്മയുമാണ്. പിന്നെ അത് മാത്രമല്ല, കാണാമുള്ളാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വിരഹമാണ് സബ്ജക്റ്റ് ആയിരിക്കണം. അതിൽ പ്രത്യേകിച്ച് വിരഹമൊന്നും ആ പടത്തിലില്ല ഇവർ തമ്മിൽ. പക്ഷേ ഒരു പാട്ടാണല്ലോ, വിരഹം ആണ് സബ്ജക്റ്റ്. ഈ കൂടെ ചേർന്നിരിക്കുമ്പോൾ ഈ അകലും തോറും പിന്നെ അത് ഈ വാണ്ടിങ് കൂടും എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. വിരഹം കൂടുന്തോറും വിരഹമേ നീ ഇല്ലെങ്കിൽ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അതിൽ അതുപോലെ നല്ല രസം, നീരടിഞ്ഞു മാത്രം വളരുന്ന വല്ലി പോലെ മിഴി നനവിൽ പൂവണിയും വസന്തമാണ് അനുരാഗം എന്നൊരു വരിയുണ്ട്. അതൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ അത്തരം ആശയങ്ങളെ. വെള്ളം ഒഴിച്ചാൽ വളരുന്ന വള്ളി പോലെ മിഴിയുടെ നനവ് കൊണ്ട് വളരുന്ന വസന്തമാണ് അനുരാഗം എന്ന്. അപ്പോൾ കരച്ചിൽ ഇല്ലാതെ ഈ പ്രണയം നിൽക്കില്ല എന്ന് അങ്ങനെ ആക്കണേ ഇപ്പോൾ. അപ്പോൾ കാണാമുള്ളാൽ ഉൾനീറും നോവാണ് അനുരാഗം. ഈ നോവ് എന്ന് പറയുന്ന സാധനത്തിൽ ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരായത് ഒരു വ്യത്യസ്തം ആവാൻ. അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കും പ്രേമം, വേറെ ഒന്നും പറയാനൊന്നുമില്ലല്ലോ. വെറുതെ ഒരു ലവ് സോങ് അങ്ങ് എഴുതിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാം. ഇപ്പോൾ സന്തോഷം തന്നെ പറയുമ്പോൾ ഈ പശുവിനെ കുറിച്ച് പാട്ട് എഴുതാൻ പറയും ചിലർ. പശുവിനെ കുറിച്ച് എന്തെഴുതാനാ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പശുവിനെ കൊണ്ടുപോയി ആദ്യമായി പല്ലവിയിലെ പശുവിനെ കൊണ്ട് വലിച്ചു കെട്ടിയൊരു തെങ്ങിൽ കെട്ടുന്നു, പിന്നെ തെങ്ങൊരു കൽപ്പവൃക്ഷമാണ്, അത് പോലെ തരും. ഇങ്ങനെ എഴുതാന്നുള്ളതല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. അപ്പോൾ ഈ പ്രേമത്തെക്കുറിച്ച് എന്തെഴുതാനാ നമുക്ക്? ഈ ലിറിക്സിനും പാട്ടിന്റെ അർത്ഥങ്ങൾക്കൊക്കെ വളരെയധികം എംഫസിസ് കൊടുക്കുന്ന, വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പോസറാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ടെക്നോളജിയുടെ വരവോടുകൂടി പലപ്പോഴും ലിറിക്സിനെ എന്താ പറയുക, ലിറിക്സിന് മുകളിലേക്ക് സൗണ്ടിങ് വരാറുണ്ട് എന്ന് തോന്നാറുണ്ട്. സാധാരണ സംഗീതത്തിൽ അങ്ങനെ തോന്നാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടോ? ഓവർ എംഫസിസ് കൊടുക്കേണ്ട സൗണ്ടിന് കുറച്ചും കൂടെ ക്ലാരിറ്റി കൊടുക്കണം. അത് പലപ്പോഴും ഈ സൗണ്ട് എൻജിനീയേഴ്സിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മിക്സിങ് എൻജിനീയേഴ്സ്, മാസ്റ്ററിങ് എൻജിനീയേഴ്സൊക്കെ ചെയ്യുന്നത് അവർക്ക് ഈ സോങ്ങിൻ്റെ എസ്തെറ്റിക്സിലേക്ക് അവർ കടക്കില്ല. എസ്തെറ്റിക്സ് ഇൻ ദ സെൻസ് എന്തിനു വേണ്ടിയാണ് ഈ പാട്ടെന്നുള്ളത് അവർ പലപ്പോഴും ചിന്തിക്കില്ല. പാട്ട് ഇറ്റ്സ് ജസ്റ്റ് എ മ്യൂസിക്കൽ പ്രൊഡക്ഷൻ. അതിൽ വോയിസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അനദർ ഇൻസ്ട്രുമെൻറ്റ്, വെർബൽ എക്സസൈസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളൊരു സാധനം മാത്രമേ കാണുന്നു. അതിൽ പല വാക്കുകളും ചിലപ്പോൾ കേൾക്കില്ല. ആ വാക്ക് കേൾക്കണമല്ലോ, കേൾക്കണം, അതിനുവേണ്ടിയാണല്ലോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് കേൾക്കില്ല. നമ്മൾ സൂക്ഷിച്ചത് എന്താണ് ആ വാക്കെന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു പിഴവ് അവിടെ സംഭവിക്കാറുണ്ട് പലപ്പോഴും. നമ്മൾ ഈ വരികൾ കേൾക്കാനല്ലേ, പിന്നെ എന്തിനാണത് ആ വരികൾ? അപ്പോൾ അങ്ങനൊരു ശ്രദ്ധക്കുറവ് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നില്ല. അപ്പോൾ മ്യൂസിക് കമ്പോസേഴ്സ് ചിലപ്പോൾ ഈ സാഹിത്യവുമായിട്ടോ അല്ലെങ്കിൽ ഭാഷയുമായിട്ടൊന്നും വലിയ ബന്ധം പലപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ പരിചയപ്പെടുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ പലരും എഴുതാനും പോലും അറിയാത്ത മലയാളത്തിൽ ആൾക്കാരുണ്ടാകും. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച്, ഇപ്പോൾ അരളി പോക്കുന്ന കാര്യം പറഞ്ഞ പോലെ ഇത് എന്താണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്? കാരണം ഇവരൊന്നും ഇത് വിശദീകരിക്കാൻ നിൽക്കില്ല. ഈ കവികളോ ലിറിക് റൈറ്റേഴ്സോ ഒന്നും ഇതെന്താണെന്ന് നമുക്കൊന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല. അവരെഴുതുന്നു. അത് നല്ല സംവിധായകരാണെങ്കിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഇത് ഏതോ നല്ലൊരു പരിപാടി എഴുതി വെച്ചിട്ടുള്ളതെന്ന് അറിയാനോ അങ്ങനെ തീരുമാനം എടുക്കാനുള്ള സെൻസിബിളായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഇതങ്ങനെ വരും. ഈ പാട്ട് എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നല്ല കാര്യം എന്നേ ഉള്ളൂ. അല്ലാതെ പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ കവിത കൂടി അറിയണം, മ്യൂസീഷ്യൻസ് അറിയുക എന്ന് പറയുന്ന അതിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം പാട്ട് ആകുന്നത് വരികൾ കൂടി ചേരുമ്പോഴല്ലേ, അല്ലെങ്കിൽ മ്യൂസിക് മാത്രമാണത്. ലെജൻസ് എന്ന് കരുതുന്ന നമ്മളിപ്പോൾ യേശുദാസ്, പി ജയചന്ദ്രൻ, കെ ചിത്ര ഇവരൊക്കെ ബിജിപാലിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അവരുടെ രീതികൾ എങ്ങനെയാണ് പാടുമ്പോൾ? പലരും പല രീതിയാണ്. പക്ഷെ ഇവരുടെയൊക്കെ പാട്ട് പ്രൊഫഷണലിസം വളരെ വലുതാണ്. പാട്ട് അതിൻ്റെ പഠിക്കുന്ന രീതി വളരെ അഡ്മയറിങ് ആകുന്ന ഒരു അവസ്ഥയാണ്. പഠിക്കാതെ ഇപ്പോൾ പല്ലവി മൊത്തത്തിൽ യേശുദാസ് സാറാണെങ്കിലും മറ്റ് ഒരുപാട് വലിയ ഇതുകളൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞാൽ ഒരു ഹൈറാർക്കിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പഠിക്കുന്നൊരു രീതി, അത് പല്ലവി, അതായത് അതിൻ്റെ ഇടയിൽ പഞ്ചൊന്നും ഇല്ലാതെ ഫുൾ അദ്ദേഹത്തിന് പാടണം, അത് നിർബന്ധമാണ്.
ഇപ്പോൾ ശ്രുതി തെറ്റിയാൽ അത് ട്യൂൺ ചെയ്യുക അതൊന്നുമല്ല. പുള്ളിക്ക് മാക്സിമം അത് അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് പാടിയിട്ട് പിന്നെ നിങ്ങളത് ചെയ്തോളൂ എന്നുള്ളൊരു പരിപാടി. അതൊക്കെ നമ്മൾ വല്ലാതെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യമാണ്. ചിത്ര ചേച്ചിയാണെങ്കിലും ജേഡൻ പിന്നെ വേറൊരു ലീഗാണ്. അദ്ദേഹം വേറൊരു ശൈശവാവസ്ഥയിലൊക്കെയുള്ള ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരാളാണ്. അത് കുറച്ച് നമ്മളൊക്കെ ഒന്ന് പാമ്പർ ചെയ്യുമ്പോൾ ഒക്കെയാണ് പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുള്ളിക്ക് പകപ്പും പേടിയും ദേഷ്യവും ഒക്കെയാണ്. അല്ലാത്ത വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നോട് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ഞാൻ അദ്ദേഹം പാടുന്ന ക്യാബിനിൽ പോയാണ് ഇരിക്കാറ്. സാധാരണ കൺസോളിലാണല്ലോ ഇരിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്നിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ടാണ് അവിടെ ഇരുന്നിട്ടാണ് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ പുള്ളി വളരെ കംഫർട്ടബിളാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയാണ്. യേശുദാസ് സാറൊക്കെ വളരെ പ്രോ ആണല്ലോ, പ്രൊഫഷണലാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഫൺ സോങ്സ് ആണ് ഇപ്പോൾ മലയാളത്തിൽ കൂടുതലും സാർ പറഞ്ഞ ടോപ്പ് 10 വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 7-8 ഇയേഴ്സിനൊക്കെ മുന്നേ നമ്മൾ ഈ ഒരു എന്താ പറയുക മലയാള ഭാഷ അധികം ഫ്ലെക്സിബിൾ അല്ല എന്നൊരു ചർച്ചയുണ്ട്. അതായത് തമിഴിലൊക്കെ വരുന്ന പോലെ അതും വെറുതെ ഇംഗ്ലീഷ് ലിറിക് ഒക്കെ യൂസ് ചെയ്ത് തമിഴിലൊക്കെ വരുന്നത് ഇപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തമിഴിലേക്ക് പോലെ ഇവിടെ ഒന്ന് റിക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഡബ്സി ഒക്കെ വന്നപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടെ നേരത്തേലുപരി ഡയലക്റ്റിലൊക്കെ നമ്മൾ കുറെ കൂടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. അത് എനിക്ക് വളരെ തെറ്റിദ്ധാരണയുള്ളൊരു ആശയമായിട്ട് എനിക്ക് തോന്നിയില്ല മലയാളം ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളത്. അത് നാഴൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണെന്നുള്ള വലിയ ആഘോഷിക്കപ്പെട്ട കവിത തന്നെയാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ പി ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകൾ കേട്ടാൽ അത് മാറിക്കിട്ടും. കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കിടെ വേലിക്കൽ വരുന്ന ബീവി എന്ന്. ഈ പോസ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ അറിയുന്ന പോലുമില്ല. കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കിടെ വേലിക്കൽ വരുന്ന ബീവി എന്നുള്ള പാട്ടുണ്ട്. 60കളിലെ പാട്ടാണ്. സോ അത് അങ്ങനൊരു പ്രശ്നമില്ല ശരിക്കും. നമ്മൾ തന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാനം നീലയാണ് ബായി എന്നുള്ള പാട്ട് അങ്ങനെ ഒരു പാട്ടാണ്. നല്ല ഫിലോസഫിക്കൽ സോങ് ആണ്. ലോകം ഉണ്ടയാണ്, ബുദ്ധി മണ്ടയിലാണ്, ഇവിടെ പാമ്പുണ്ട്, ചീങ്കണ്ണിയുണ്ട്, ഇവിടെ ഞാനുണ്ട്, നീയുണ്ട് ബായി എന്നുള്ളത് നല്ല ഫിലോസഫി അല്ലേ. പ്രാണൻ ശ്വാസമാണ് ബായി, പോയതാണ് ബായി, ഈ ആട്ടവും പാട്ടും നിന്നു പോകും ബായി, അതങ്ങനെയാണ് ബായി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു കുഴപ്പമില്ല ഇതിനൊന്നും, നമ്മൾ ആവശ്യമില്ലാതെ. പക്ഷേ മലയാളത്തിന് ഭാഷയ്ക്ക് തന്നെ പല ലേയേഴ്സും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. തമിഴിലുള്ള പോലെയല്ല. തമിഴിൽ പിന്നെ കേൾക്കുന്നത് ഭാരതിയാറിൻ്റെ കേൾക്കേണ്ടി വരും. അല്ലാതെ സിനിമയിൽ കണ്ണദാസൻ മുതൽ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളൊക്കെ. പക്ഷേ മലയാളത്തിൽ പല ലേയേഴ്സ് ഉണ്ട്. വയലാർ എഴുതിയ പോലെയല്ല ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുള്ളത്, ONV എഴുതിയ പോലെയല്ല ശ്രീകുമാരൻ നമ്പി എഴുതിയിട്ടുള്ളത്. ഭാഷാപരമായിട്ട് തന്നെ പല ഇതുമുണ്ട് അല്ലേ, അങ്ങനെ വ്യത്യാസം ഉണ്ട്. അത് ഉറപ്പായിട്ടും ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ നല്ല പാട്ടുകൾ എപ്പോഴും ഈ മണിപ്രവാളത്തിൽ എഴുതിയിട്ടുള്ളതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് എങ്ങനെയോ കടന്നുകൂടി. അത് മാത്രമല്ല ഈ 80s കുറേ പാട്ടുകൾ വളരെ മോശം പാട്ടുകൾ വന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ലിറിക്കലി സിന്ധു പ്രിയ സ്വപ്നം അഞ്ജലി തൂകി എന്നിൽ എന്നൊക്കെ പറയുന്ന കണ്ടില്ലേ കണ്ടിൽ ഇങ്ങനെ കുറേ പോപ്പുലർ ആക്കാൻ വേണ്ടി കുറേ വരികളിങ്ങനെ ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട് 80s. പക്ഷേ റഫീഖിനൊക്കെ വന്നതോടുകൂടി വീണ്ടും അത് ഇതായി. പിന്നെ പോപ്പുലർ വരികൾ പലപ്പോഴും ഇപ്പോഴും മലയാളത്തിലും വരുന്നുണ്ട്. ഇപ്പോൾ അത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹിപ്പ് ഹോപ്പിലൊക്കെ അത് കുതന്ത്രം എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ. ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ പച്ച മലയാളത്തിൽ പറയാവുന്നതാണ് എന്ന് പറയുന്ന കാര്യം അവിടെയും എത്തിയല്ലോ നമ്മൾ. അങ്ങനെ അതെ, അങ്ങനെ ഉണ്ട്. അതൊക്കെ ഭാസ്കരൻ മാഷ് പണ്ട് ഒരു രസകരമായിട്ട് എഴുതിയിട്ടുള്ള പരിപാടികളാണ് അതൊക്കെ. പോപ്പുലർ ആക്കാൻ വേണ്ടി എഴുതിയ വരികൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ഈ ലിറിക്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും കൂടുതൽ ലിസണേഴ്സ് വിമർശിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. വിമർശിക്കാനൊന്നും ആൾക്കാർക്ക് സമയമില്ല ശരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. യൂട്യൂബില് വീഡിയോ വരുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ അതിപ്പോൾ യൂട്യൂബിൽ നിന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ നോക്കിയാൽ അറിയാം വിമർശനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു ഏരിയയാണ്. അവിടെ കുറ്റപ്പെടുത്താൻ ഒരു ഇത് കിട്ടിയത് അവിടെ അങ്ങ് കയറുക എന്നുള്ള ഒരു വരി. അത് ആരാണ് ഈ കയറുന്നത് എന്തിനാണെന്ന്
മനസ്സിലാവുന്നില്ല. ചില ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ചെയ്ത പാട്ടൊക്കെ ഇടുമ്പോൾ താഴെ വന്നിട്ട് ഒരാൾ സ്ഥിരം വന്ന് എഴുതി ഇതൊന്നും ഒരു പാട്ടൊന്നുമല്ല, നിങ്ങൾ മറ്റേയാളുടെ പാട്ട് പോയി കേൾക്കുന്നത് എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. ഈ പിന്നെ ഇപ്പോൾ അറിയാലോ റോസ്റ്റിംഗ് വീഡിയോസിനൊക്കെയാണ് കൂടുതൽ ഇത് വരിക. ഇപ്പോൾ ഈ ഓരോ സിനിമകളെ വിമർശിച്ചുള്ള കുറേ ഇത്, അതിനൊക്കെ ഭയങ്കര മില്യൺ വ്യൂസ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ അത്രയും വളർന്നല്ലോ, അങ്ങനെ പറയപ്പെടുന്നല്ലോ. ഇത് ഇയാളുടെ കണ്ടിട്ട് സിനിമ കാണാൻ പോകാമെന്നൊക്കെ താഴെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയി. കുറ്റം പറയുമ്പോൾ ഒരു ആശ്വാസമാണ് മനസ്സിൽ, ഇത് കേൾക്കണം അവനും കിട്ടിയെന്ന് പറയുന്നൊരു സന്തോഷം തോന്നും. എന്നാൽ അവന് അടിഞ്ഞ് നിലത്ത് പോകുമ്പോഴേക്കും അവനോടൊരു ചെറിയ സിമ്പതി തോന്നി പിന്നെ അവനെ വളർത്തിക്കൊണ്ടുവരും. പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബോധമണ്ഡലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇതാണ്. അല്ല, പാട്ടിനെ എഫക്റ്റ് ചെയ്തോ എന്നുള്ളതല്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതൊന്നും ആൾക്കാർ ഈ യൂട്യൂബിൽ വരുന്ന ചില കമൻറ്റ്, ഇപ്പോൾ കുതന്ത്രം എന്നുള്ള പാട്ട് എന്ത് പാട്ടാണ്, നീ പോയി മറ്റേ സുറുമെഴുതിയ മിഴികൾ കേട്ടു എന്നൊക്കെ പറയുന്നതിൽ നമ്മളെന്ത് പറയാനാണ്, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട് ഒരു ശ്രേണിയിൽ. പക്ഷേ ഇതൊക്കെ എന്നിട്ടും കേൾക്കേണ്ടവർ ഇത് കേൾക്കുന്നുണ്ട്, ലിസണേഴ്സൊക്കെ ഇത് കൂടുന്നുണ്ട്, മില്യൺസ് ഓഫ് വ്യൂസ് വരുന്നുണ്ട്, അതിൻ്റെ റവന്യൂ വരുന്നുണ്ട്. അതൊക്കെ ഇൻഡസ്ട്രിക്ക് നല്ല രസമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റപ്പെടുത്തൽ ചില ഏരിയകളിൽ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ വ്യക്തിപരമായിട്ടാണ് പലപ്പോഴും അത് പ്രശ്നം ഉണ്ടാക്കുന്നത്, നമ്മളെ വ്യക്തിപരമായിട്ട് ഹേർട്ടാക്കുന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ശരിക്കും ഇതിനകത്ത് സംഭവിക്കുന്നത്. അത് മറ്റൊരാശ്വാസം എന്ന് പറഞ്ഞ പോലെ എൻ്റെ കരമന പറയൂലേ, അതേപോലെ ഈ കുറ്റം പറച്ചിൽ എനിക്ക് ഇതാണൊരു സുഖം എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയാണ് കുറ്റം പറച്ചിലെന്ന് പറയാം. കുറ്റം നമുക്ക് സുഹൃത്ത് വലയത്തിൽ പറയാമല്ലോ. പുറത്ത് ചുമരിന് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ കുറ്റം പറയുന്നതിൽ കാര്യം നമുക്ക് കുറ്റം പറച്ചിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സമാനമല്ല, അല്ലാത്ത ഈ വിമർശനത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. ആ വിമർശനം നമ്മളും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പോലും നമ്മൾ ചിന്തിക്കാം. പക്ഷേ പബ്ലിക്ലി അത് ഒക്കെ പറയുന്നത് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. അതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബാധ്യത, ഒരു വെല്ലുവിളിയൊക്കെ തന്നെയായിരുന്നു. പഴയ പാട്ട് നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. ഈ കവർ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ആലോചനയിൽ വരാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യം നിഷേധിക്കാൻ ശ്രമിച്ചു, പിന്നെ അത് ചെയ്യേണ്ടി വന്നപ്പോൾ പിന്നെ അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ അതിനോട് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എങ്ങനെ അതിനോട് റെസ്പെക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിനകത്ത് വേറെ ഒന്നും, അതിനകത്ത് വേറെ ഒരു ഇതും, പിന്നെ എന്നാലും കുറ്റം പറയുന്നവരുണ്ടാവും. അങ്ങനെ അവർ പറഞ്ഞോട്ടെ, ബാക്കി എല്ലാവരും അത് എന്തായാലും ഇങ്ങനെ ചെയ്തല്ലോ, ഇത് കൊള്ളാം, നല്ല വേർഷനാണെന്ന് പറയാൻ ഉതകുന്ന രീതിയിൽ ഒരു ശ്രമമാണ് നടത്തിയത്. അത് തൃപ്തികരമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പിന്നെ സൗഹൃദത്തിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷത്തിലാണ് ചിലത് ചെയ്യാം എന്നുള്ള ഇതേ ഉള്ളൂ. നമ്മളുടെ ഒരു സമീപനം, നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു അപ്രോച്ചാണ്. ഒരു സിനിമ എന്ത് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പുറമേ നിന്നത് കാണുക, അതിനെ എങ്ങനെ സമീപിക്കണം, അതിനെ എങ്ങനെയാണ് അതിൻ്റെ കഥാപാത്രത്തെയാണോ നമ്മൾ സമീപിക്കേണ്ടത്, സാഹചര്യത്തെയാണോ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത മറ്റേതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിനെയാണോ മ്യൂസിക്കലി കൊണ്ടുവരേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അതൊരു സമീപനമാണല്ലോ. ഇത്രയൊന്നും ഒരു പക്ഷേ അവരുടെ മറ്റൊരാളുടെ ആലോചന തന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു സിനിമയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും, എന്നെ പോലുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ത്രില്ലിംഗ് ആകുമ്പോൾ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയൽ എക്സസൈസ് പോലെ ചെയ്യാന്നുള്ളതല്ലാണ്ട് ഒന്നും അതിനകത്ത് വെറുതെ ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഇത് ചെയ്യുമ്പോൾ കൂടെ കേട്ടോണ്ടിരിക്കുക, അതിലെന്ത് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക.
നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ലൗഡാണെന്നുള്ളൊരു ക്രിറ്റിസം കേട്ടാണ്. ഫോർ എക്സാമ്പിൾ ഒരാൾ പറഞ്ഞത് ഒരു പ്രേതത്തിന്റെ സീൻ മ്യൂസിക് കേൾക്കുമ്പോഴേ പ്രേതം വരും എന്ന് അറിയാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അല്ല, അത് ഓരോ ഇൻഡസ്ട്രിയൽ ഇതുകളുടെ പരിപാടികളാണ്. ഈ സൈലൻസ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഫിൽമോഗ്രഫി പഠിപ്പിക്കുന്നത് ഇൻ്റർനാഷണലി തന്നെ പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഡിപ്ലോമ ഫിലിംസ് ചെയ്യിക്കുമ്പോൾ മ്യൂസിക് ചെയ്യിക്കില്ല. മ്യൂസിക് ചെയ്യാൻ പാടില്ല അതിൽ. അല്ലാതെ തന്നെ സിനിമ ആയിരിക്കണം. അപ്പോൾ സിനിമ അതാണ് ഈ മ്യൂസിക്കലാകുക എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഒരു കവിത മ്യൂസിക്കലാകുക എന്ന് പറഞ്ഞാൽ അതിന് സംഗീതം കൊടുത്ത് പാട്ട് പാടാൻ പറ്റുക എന്നുള്ളതല്ല. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് പോയം, അല്ലെങ്കിൽ അല്ലേ? അപ്പോഴാണ് അത് മ്യൂസിക്കലാകുന്നത്. സിനിമ മ്യൂസിക്കലാകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് മ്യൂസിക്. മ്യൂസിക് ഇല്ലാതെ സിനിമ നിലനിൽക്കാൻ പറ്റുമ്പോഴാണ് അത് മ്യൂസിക്കലാകുന്നത്. അപ്പോൾ അതിന് വേറെ അഡീഷണൽ മ്യൂസിക്കൊന്നും വേണ്ട. അപ്പോൾ അഡീഷണൽ മ്യൂസിക് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സിനിമകൾ വരുമ്പോഴാണ് ഇതിൻ്റെ അളവുകൾ വ്യത്യാസം വരുന്നത്. ചില സംവിധായകർ ഇവിടെ മ്യൂസിക് ചെയ്യുമ്പോഴാണ് ഈ മ്യൂസിക്കിന് വേണ്ടിയാണ് ഞാൻ ഈ സീൻ ചെയ്തിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ നമ്മൾ അത് ആലോചിക്കും. ചിലപ്പോൾ ഇയാളുടെ വ്യാപാരങ്ങളായിരിക്കും മ്യൂസിക്കിലൂടെ നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ നടക്കുന്നത് ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും. അയാൾ ബനാറസിലെ തെരുവിലൂടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മ്യൂസിക്കിലൂടെ പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു തൂണുകൾ 2-3 തൂണുകൾ കാണിച്ചിട്ട് അതിൽ നോക്കിക്കൊണ്ട് ഒരു വലിയ പീരിയോഡിക് എന്താ പറയുന്നത് ക്ലാസിക്കൽ സംഗീതം ചെയ്താൽ ഈ പൊളിഞ്ഞ കെട്ടിടം പണ്ട് എന്തായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അത്തരം നമ്മൾ സിനിമയിൽ കാഴ്ചയ്ക്കോ ഇതിനോ പറയാൻ പറ്റാത്തത് മ്യൂസിക്കിന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പ്രസക്തി വരുന്നത് പലപ്പോഴും. പക്ഷേ കൊമേഴ്ഷ്യൽ മൂവീസിൽ അതിനെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കുക എന്ന് പറയുന്നൊരു ധർമ്മമാണ് പലപ്പോഴും മ്യൂസിക്കിൽ. ഇപ്പോൾ ത്രില്ലർ സംഗീതത്തിലാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവനിപ്പോൾ പ്രേതം വരുമെന്ന് ഒരു ക്ഷണക്കത്താണ് ഈ മ്യൂസിക് എന്ന് പറയുന്നത്. കാരണം അതൊക്കെ നിലപാടുകളാണ്. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഷ്വലാണെങ്കിൽ അവിടെ സൈലൻസ് മതി, ആൾക്കാർക്ക് പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും, അല്ലേ? സൈലൻസ് ഉണ്ടെങ്കിൽ. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള വിഷ്വൽ അല്ലെങ്കിൽ ആൾക്കാർ ആരവിടെ എന്ന് ഓഡിയൻസ് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്യാനാണ് വിട്ടോ എന്ന് പറയും. വളരെയധികം ഭംഗിയായിട്ട് യൂസ് ചെയ്തൊരു കമ്പോസറാണ് സാർ. പ്രയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് വളരെ മനോഹരമായ പോസസ് ഉണ്ട്. അതെങ്ങനെയാണ് മാസ്റ്റർ സൈലൻസിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യും? സൈലൻസ് എങ്ങനെ മ്യൂസിക്കിനെ എൻഹാൻസ് ചെയ്യും? അത് നമ്മൾ സംസാരത്തിലും പോസുകളുണ്ടല്ലോ, അത്തരം ഈ പോസുകളൊക്കെ എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് പാട്ടുകളിൽ വരുമ്പോഴോ നമ്മൾ കട്ട് ചെയ്തിട്ടൊരു സെക്കൻഡ് ഒരു ഗ്യാപ്പ് കൊടുക്കുക, ഒരു സസ്പെൻസ്, ഒന്നുമില്ല, പിന്നീട് വരുന്നതിനൊന്നും വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ല. പക്ഷേ എന്തോ ഒരു മൗനം, പെട്ടെന്നൊരു മൗനം വന്നിട്ട് മറ്റൊന്ന് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ഹൈ ഉണ്ടാവും. അതെനിക്കിഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. പക്ഷേ ചില ട്യൂൺ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഒരു സ്വൈര്യമില്ലാത്ത ട്യൂണുകളും ചെയ്തിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ നിർത്താതെ അത് വരി എഴുതി കിട്ടുമ്പോൾ ഇത്രയധികം ഇത് ഈ നോൺ സ്റ്റോപ്പായിട്ടുള്ള ട്യൂണാണോ ഞാൻ ചെയ്തതെന്ന് പലപ്പോഴും ഓർക്കാറുമുണ്ട് ചില പാട്ടുകൾ. ഇപ്പോൾ ഒരു ശ്വാസം വിടാൻ സ്ഥലമില്ല. ഇങ്ങനെ ചിലപ്പോൾ ഇത് ഹം ചെയ്യാൻ പറ്റില്ല വരുമ്പോഴേ. കേൾക്കാൻ ചിലപ്പോൾ രസം ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. പക്ഷെ വളരെ സട്ടിലായിട്ടുള്ള സംഗീതമൊക്കെയാണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇൻട്രാക്റ്റീവായിട്ട് അങ്ങനെയൊക്കെ പറയാവുന്ന പാട്ടുകളാണെങ്കിൽ ഇപ്പം ഈ പൂവെയിൽ മഴയിൽ അങ്ങനെ ആ വാക്കുകൾ എന്തിനാണ് ഇപ്പം വെയിൽ എന്ന് പറയുമ്പോൾ വെയിൽ, മഴ, കുളിരല വിതറും രാവുകളിൽ ഇതിലെ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന്
കിട്ടും. അപ്പോൾ അങ്ങനെ ആലോചിക്കാറുണ്ട് അത്തരം സൈലൻറ്റ് സോങ്ങുകളിൽ. ഈ ശബ്ദ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നായക കഥാപാത്രത്തിനെ മാസാക്കും. ഉറപ്പായിട്ടും. പലതിനകത്തും ഉറപ്പായിട്ടും. നായകൻ വരുമ്പോൾ ഭയങ്കര ഉറപ്പായിട്ടും. അത് ഞാൻ ഒരു സിനിമ ഇതേപോലെ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് ഈ നായകൻ വരുമ്പോൾ ഞാൻ ചെയ്തിട്ട് ഡയറക്ടർ വർക്കാകുന്നില്ല. പിന്നെ ഞാൻ ബഹളം ചെയ്തിട്ട് ഇത് ഓക്കെ. ഒരാൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വരുന്നതിനാണോ ഇത്രയും നമ്മൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരാൾ നടന്നു വരികയാണ്, സ്ലോ മോഷനാണ്, വെറുതെ നടക്കുന്നേ ഉള്ളൂ, അയാൾക്ക് ഇത്ര അധികം. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെയാണ് സിനിമ എന്ന് പറയുന്നത്. അത് ഇവരെ ഒന്ന് നടപ്പിലല്ല, നടന്ന് കഴിഞ്ഞ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു പ്രിലൂഡ് കൊടുക്കുകയാണ് നമ്മൾ, ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. ചിലത് അതിന് ട്രോളും വരാറുണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ട് എന്നാൽ പിന്നെ നാളെ കാണാമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില കോമഡികൾ ഉണ്ടാവില്ല. പ്രതികാരം നാളെ ചെയ്താൽ മതിയൊന്നും ചോദിക്കുന്നില്ല. അതേപോലെ സംഭവിക്കും. ഇത്രയും ബിൽഡപ്പൊക്കെ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞ് നീങ്ങി പോകുന്ന. അപ്പം ഇത്തരം കോൺട്രാസ്റ്റുകളും. കുട്ടികൾ രണ്ടാളും സംഗീതത്തിന്റെ വഴിയിൽ തന്നെയാണ്. അപ്പൊ അവരിൽ നിന്ന് പുതിയ ജനറേഷന്റെ ഒരു മ്യൂസിക് ടേസ്റ്റിനെ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? എനിക്ക് ഞാൻ കാണുന്നിടത്തോളം അവരൊക്കെ എന്താ പറയുക, ലിമിറ്റില്ലാത്ത കാഴ്ചകളും കേൾവികളും ആസ്വദിക്കുന്ന ആൾക്കാരാണ്. നമ്മളെക്കാളൊക്കെ നമുക്കിതൊക്കെ നമ്മളുടെ പഠനങ്ങൾ പോലും നമ്മളെ ഗേറ്റഡ് ആക്കിയിരിക്കുന്നുണ്ടോയെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ പുതിയ പിള്ളേർക്കൊന്നും അങ്ങനെ ഇല്ല. അവർ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് വലിയ ലോകം അവരുടെ മുന്നിലുണ്ട്. നമ്മളുടെ മുന്നിലുണ്ട് ഈ വലിയ ലോകം. പക്ഷെ നമ്മളൊന്നും അങ്ങോട്ട് പോകാൻ തയ്യാറല്ല. നമുക്കിതൊക്കെ മതി എന്ന് ഇടയ്ക്കെങ്കിലും നമ്മൾ ചിന്തിക്കും. പക്ഷെ അവരങ്ങനെയല്ല. അത് എന്തൊക്കെ അറിയാൻ പറ്റുമോ, എന്തൊക്കെ കേൾക്കാൻ പറ്റുമോ അതെല്ലാം കേൾക്കാൻ അവർ സന്നദ്ധരാണ്. അവരത് ആഘോഷിക്കുന്നുണ്ട്. ഓരോ നിമിഷവും അവർ ഇതൊക്കെ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്പണാണ്, കുറച്ചുകൂടി ഓപ്പണാണ്. സാമൂഹിക പശ്ചാത്തലം തന്നെ അവരുടെ വലിയ വിഭിന്നമാണ്. നമ്മളൊക്കെ എന്തോരം ടാബുവിലൂടെയാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ ഈ നേരത്തെ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റങ്ങൾ, ഇത്തരം ഹൈറാർക്കികൾ, ഒരാൾ വന്നാൽ അത് എന്താണ് അയാളുടെ അസ്തിത്വം എന്ന് ചികയുന്ന ആളുകളുടെ നടക്കുന്നതൊക്കെയാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. അതൊന്നും അവരുടെ ചിന്തയുടെ പരിസരത്ത് പോലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പരിസരത്തുണ്ടെങ്കിലല്ലേ അത് വേണ്ടെന്ന് വയ്ക്കാനെങ്കിലും പറ്റുള്ളൂ. അതുപോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ എല്ലാവരും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് സമൂഹം ഈ ഒരു ബാധ്യത, ഈ ഒരു ബാഗേജ് ഇല്ലാത്ത കുട്ടികളാണ്. അത് വലിയൊരു പ്രതീക്ഷയാണ്, വലിയ പ്രതീക്ഷയാണ്. ഈ മതപരമായ ജീവിതചര്യകൾ പോലും ചിലപ്പോൾ അവരൊന്നും പുലർത്തിയിട്ടുണ്ടാവില്ല. കാരണം അവരങ്ങ് വിടുവാണല്ലാതെ വേറൊരു ജീവിതമാണല്ലോ അവർ ജീവിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പായാലും ഷെയറിങ് ആയാലും അവർ കാണുന്നത് ഇത്തരം മനുഷ്യരെ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വലുതാണ്. അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സ്ലോയിങ് ഡൗൺ സത്യം പറഞ്ഞാൽ സ്ലോയിങ് ഡൗൺ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ നിരന്തരം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പല സിനിമകളും ആർക്കും കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെൻ്റെ കുഴപ്പമല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പണ്ടും എല്ലാ കാലത്തും ഒരു പക്ഷേ 2009 മുതൽ 11 തൊട്ട് ഞാൻ ഒരുപാട് എണ്ണങ്ങൾ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അത് ചെറുതും വലുതെന്ന് ഭയങ്കര വലിയ പടങ്ങൾ ഞാൻ ഒരു കാലത്തും ചെയ്തിട്ടില്ലെന്ന് എൻ്റെ അറിവ്. വലുതുകൾ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ചെറുത് വലുതാകുകയാണ് പതിവ് പലപ്പോഴും. പക്ഷേ ചെറുതും വളരെ ചെറുതുമായിട്ടുള്ള കുറേ എണ്ണം സിനിമകൾ ഞാൻ ചെയ്യാറുണ്ട്. ഒരു കൊല്ലം 17-18 സിനിമകൾ ചെയ്തിട്ടുള്ള വർഷങ്ങളുണ്ട്. അങ്ങനെ അടുപ്പിച്ച്
13, 14, 15 കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് 5-6 സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സമയമുണ്ട്. അത്രയും ഒന്നും ബാല്യം ഇപ്പോൾ ഇല്ല. പക്ഷേ ഇപ്പോഴും 1-2 സിനിമകളൊക്കെ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്ന ഒരു സീൻ, ഇതിൻ്റെ കോവിഡിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ഈ വെള്ളം അല്ലെങ്കിൽ ജാനേമൻ അല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലെയുള്ള ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ്. ബട്ട് കോവിഡ് എന്ന് പറയുന്ന ഒരു 2 വർഷം എന്ന് പറയുന്നത് നമ്മളുടെ പ്രായം കൂടി, പിന്നെ പുതിയ പ്രതിഭകൾ വരുന്നു. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻസ് ആളുകൾ കേൾക്കുന്നു, ഹിറ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരെ തേടി വലിയ പടങ്ങൾ പോകും സ്വാഭാവികമായിട്ടും. അതിനിടയ്ക്ക് പിന്നെ നീലവിളിച്ചോ, തങ്കം പോലെയുള്ള സിനിമകളൊക്കെ വന്നു എന്ന് ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ. അപ്പോഴും അത്തരം പടങ്ങൾ ചെയ്യുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് എൻ്റെ ഭാഗത്തും ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ ഈ സെലക്റ്റീവ് ആയിരുന്നില്ല ഒരു കാലത്തും. അതുകൊണ്ട് തന്നെ ചെറിയ നിലവാരം കുറഞ്ഞ സിനിമകൾ പോലും ഞാൻ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ആരും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നിലവാരമില്ലാത്ത സിനിമകളും ചെറിയ ബഡ്ജറ്റ് സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ബഡ്ജറ്റ് കുറയുമ്പോൾ അതിന് നിലവാരം വേണം അല്ലേ? അങ്ങനെയാണല്ലോ എൻ്റെ ഒരു വേണ്ടത്. ഇപ്പം അതും രണ്ടും ഇല്ലാത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുമ്പോൾ ചെയ്തേക്കാമെന്ന് പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഒരുപക്ഷെ പർട്ടിക്കുലർലി ഈ വർഷം എന്ന് പറയാം, ഞാൻ കുറച്ചും കൂടി ഇതൊന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യണ്ട, ചെറുതാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് സം ക്വാളിറ്റി. നല്ല സിനിമയായിരിക്കും, നല്ല കഥ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്ന നമ്മൾ ഫ്രീ ആയിട്ട് പോലും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സിനിമകൾ. പക്ഷേ അല്ലാത്ത സിനിമകൾ വേണ്ട, ഇവിടെ സംഭവിക്കണ്ടെന്ന് വിചാരിക്കുന്നു. നിലവാരവുമില്ല, പൈസയും ഇല്ലാത്ത സിനിമകൾ വേറെ എന്തെങ്കിലും നടന്നോട്ടെ. കാരണം വേറെ ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അങ്ങനെ ഒരാളുണ്ട് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള മട്ടിലാണ് എല്ലാവരും ഇങ്ങോട്ട് ഇടിച്ചേറി വരുന്നത്. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ടിലാണ് പറയുന്നത്, സാറ് ചെയ്തില്ലെങ്കിൽ പടം പോയത് പൈസ ഇല്ലതാ. അങ്ങനെ വേണ്ട, ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. ഓൾമോസ്റ്റ് അതൊരു കട്ട് ചെയ്ത് അങ്ങനെയുള്ള പടങ്ങൾ മാത്രം ചെയ്യാം. നിലവാരം വേണം, പൈസ ഇല്ലെങ്കിൽ നിലവാരം വേണം. അല്ലെങ്കിൽ ഭയങ്കര പൈസയൊന്നുമല്ല, നമുക്ക് ഇത് ചെയ്യണമല്ലോ. അങ്ങനെയുള്ള പൈസ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഇതുണ്ടല്ലോ, അത് മിനിമം അതിനകത്ത് വേണം. അത് അങ്ങനെ എല്ലാവരും വന്ന് ചെയ്താൽ അത് ശരിയല്ലെന്ന് തോന്നി. ഇല്ല, അങ്ങനെ യാതൊരു പരിപാടികളും ഇല്ല. അങ്ങനെ പോവാണ്. വേറെ ഒന്നുകൊണ്ടാണ് മറ്റൊന്ന് എന്നുള്ളതൊന്നും എനിക്ക് ഒരു കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കാറില്ലെന്നുള്ളത്. ആലോചിക്കാൻ മെനക്കെടാറില്ല.